ഹായ് മക്കളെ, +2 ബോർഡ് എക്സാം ഇത് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ +2 കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു കാര്യമാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഈ 4 ചാപ്റ്റേഴ്സിലും ഒരുപാട് റിയാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ റിയാക്ഷൻസ് ഓരോ ചാപ്റ്ററും പഠിച്ച് സെറ്റാക്കി വരുമ്പോഴേക്കും അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ ഈ റിയാക്ഷൻസ് എല്ലാം മറക്കുക, പല റിയേജൻസും ഓർമ്മയില്ലാതിരിക്കുക, എത്ര തന്നെ പഠിച്ചിട്ടും ഒന്നും ഒരു കോൺഫിഡൻസ് കിട്ടാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കുക. ഈ 4 ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ഉറപ്പായും ചോദിക്കുമെന്ന് പറയുന്ന മുഴുവൻ നെയ്മുഡ് റിയാക്ഷൻസും വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ട്രിക്കിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ആ വീഡിയോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ ഈ 4 ചാപ്റ്റർ എന്നുള്ള പരമാവധി റിയാക്ഷൻസിന്റെ നെയ്മഡ് റിയാക്ഷൻസിന്റെ എല്ലാം തന്നെ ട്രിക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവൻ റിയാക്ഷൻസും ട്രിക്ക് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്ത് വെക്കാൻ പറ്റുന്ന വിധത്തിൽ മാക്സിമം ഞാൻ വീഡിയോ ഒന്ന് എടുക്കാൻ ശ്രമിക്കാം. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കുക. ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ശരി, മുഴുവൻ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും ശരി, ഇതൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇതെല്ലാം ഓർത്ത് വെക്കാനുള്ള ഐഡിയ ആണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ആരും തന്നെ ഇങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ റിയാക്ഷൻസ് ഒക്കെ പഠിപ്പിക്കുക എന്നൊന്നും ആരും ചോദിക്കാൻ വരരുത്. കാരണം എന്റെ മക്കൾക്ക് പഠനഭാരം കുറയ്ക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. ഈ അവസാന സമയത്ത് ഒരു ടെൻഷനും കൂടാതെ അടിപൊളിയായിട്ട് +2 കെമിസ്ട്രിയുടെ എക്സാം എഴുതണം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്പെടണം. അതിനാൽ തന്നെ ഈ അവസാന സമയത്ത് ഈ വീഡിയോ ചെയ്യുന്ന ഈ വീഡിയോ മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്യുക. ഇപ്പോൾ +2 കെമിസ്ട്രിയുടെ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളിലോട്ടും ഈ വീഡിയോ എത്തിക്കേണ്ടത് നിങ്ങളുടെ കൂടെ കടമയാണ്. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യും. ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല, വേഗം നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലോട്ട് കിടക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ. ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് പഠിക്കാനുള്ളത് ഹാലോ ആൽക്കീൻ ഹാലോ പറയുന്ന ചാപ്റ്റർ ആണ്. പിന്നെ അതിനുശേഷം ആൽക്കോൾ ഫീനോൾസ് ആൻഡ് ഈതറാണ്. ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് അമീൻസ്. ഇങ്ങനെ 4 ചാപ്റ്ററുകളാണ്. ഇതിനെ കുറിച്ച് പതുക്കെ പറയാം അല്ലേ. ഈ 4 ചാപ്റ്ററിൽ നിന്നുമുള്ള നെയ്മഡ് റിയാക്ഷൻസ് ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഇവിടെയുള്ള റിയാക്ഷൻസ് എല്ലാം പഠിക്കാൻ പറഞ്ഞാൽ ഇവിടെ പറയാത്ത റിയാക്ഷൻസ് ഒന്നും പഠിക്കേണ്ടതില്ല എന്നൊരു ഉദ്ദേശമില്ല. പറഞ്ഞത് മനസ്സിലായോ? സാർ ഇത് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, ഇത് നിർബന്ധമായും പഠിക്കണം. ഇത് നിർബന്ധമായി എക്സാം ഇതുപോലെ തന്നെ ചോദിക്കും. അതുകൊണ്ട് ഇത് നിർബന്ധമായും പഠിക്കണം. ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ട്രിക്സ് ആണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നും പഠിക്കാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ റിയാക്ഷൻസ് അല്ല, ഈ ചാപ്റ്ററിലുള്ള എല്ലാ റിയാക്ഷൻസും നിങ്ങൾ പഠിച്ച് സെറ്റാക്കിയിരിക്കണം. എല്ലാം ഒരുപാട് ട്രിക്സ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ടെൻഷൻ വേണ്ട, കൂളായിരിക്കുക. ഒന്ന് ഫിംഗൽസൺ ഹാലോ ആൽക്കീൻ ഹാലോ ഓറൻസിൽ നമുക്ക് പഠിക്കാനുള്ള നെയ്മഡ് റിയാക്ഷൻസ് ഒന്നാണ് ഫിംഗൽസൺ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ, സാൻമേഴ്സ് റിയാക്ഷൻ, ഗെറ്റമാൻ റിയാക്ഷൻ, വൂഡ്സ് റിയാക്ഷൻ, ഫിഡിക് റിയാക്ഷൻ, വൂഡ്സ് ഫിഡിക് റിയാക്ഷൻ, ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഉണ്ട്, ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. നമുക്കിനി ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന റേമർ റിയാക്ഷൻ, കോൾബ്സ് റിയാക്ഷൻ, വില്യംസൺ സെൻസോഫിലിക്. ഇതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ട നെയ്മഡ് റിയാക്ഷൻസ്. പിന്നെ ഇവിടെ നമ്മൾ ലൂക്കാസ് റിയേജന്റ് വെച്ചുള്ള ടെസ്റ്റുകളൊന്നും തന്നെ ഇവിടെ ഞാൻ പറയുന്നില്ല കേട്ടോ. അധികമായിട്ട് ടോളറൻസ് റിയേജന്റ്, ഫെലിങ്സ് റിയേജന്റ് ഒക്കെ വെച്ചുള്ള ടെസ്റ്റുകളൊന്നും ഇവിടെ പറയുന്നില്ല. സയൻസിന്റെ പേര് വെച്ചുള്ള നെയ്മഡ് റിയാക്ഷൻസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഓർത്ത് വെക്കാനുള്ള. എക്സാമിന് ഉറപ്പായും ചോദിക്കും എന്ന് പറയുന്ന കുറച്ച് റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് ഇതിൽ പറയാത്തത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ റിയാക്ഷൻസ് മാത്രം വെച്ചുകൊണ്ട് സാർ ഇത് പറഞ്ഞില്ല എന്നുള്ള കമന്റ് ഒന്നും ഇടരുത്. ക്ലാസ് കഴിഞ്ഞ ഉടനെ ക്ലാസിനെ കുറിച്ച് അഭിപ്രായം നിങ്ങൾ ഇടണം കേട്ടോ. ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നെയ്മഡ് റിയാക്ഷൻസ് വരുന്നത് വമ്പൻ പേരുകളോട് കൂടെ തന്നെയാണ് ആ ചാപ്റ്ററിലെ ഓരോ നെയിം റിയാക്ഷൻ. നോക്കിയേ, റോസൻമൺ റിഡക്ഷൻ, സ്റ്റീഫൻ റിയാക്ഷൻ, എറ്റാർഡ് റിയാക്ഷൻ, ഗെറ്റമാൻ കോച്ച് റിയാക്ഷൻ. ഗെറ്റമാൻ റിയാക്ഷൻ അവിടെ പഠിക്കുന്നുണ്ട്, ഇവിടെ ഗെറ്റമാൻ കോച്ച് റിയാക്ഷൻ പഠിക്കുന്നുണ്ട്. മാറിപ്പോവാത്ത വിധത്തിൽ ഒരു ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾക്വിസ് റിഡക്ഷൻ, ഹെൽവോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. എന്നാ പേരാണ്, ഹെൽവോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. ആൾഡോൾ കണ്ടൻസേഷൻ, ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ, കാൻഡിസാറോ റിയാക്ഷൻ, ഹാലഫോം റിയാക്ഷൻ. ഇതെല്ലാം വളരെ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ, ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമ്മളിത് പഠിച്ചു തീർക്കും. അമീൻസിൽ നമുക്ക് ഗബ്രിയൽ താരിമായിട്ട് സിന്തസിസ് ആണെന്നുള്ളത്. ഹോഫ്മാൻ ബ്രോമോമായിട്ട് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ഉണ്ട്, കാർബ് എലമെന്റ് റിയാക്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഹിൻസ്ബർഗ് ടെസ്റ്റ് കൂടെ നമ്മൾ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കടക്കുകയാണ്, ഓരോ കാര്യത്തിലോട്ട് കടക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഹാലോ ആൽക്കീൻ ഹാലോ ഒറൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഈ റിയാക്ഷൻസ് എല്ലാം ഓരോ സെറ്റ് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. പല റിയാക്ഷൻസും കോംബോ ആയിട്ട് പഠിച്ചു വെച്ചാൽ കൺഫ്യൂഷൻ ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഫിംഗൽസൺ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും നിങ്ങൾ ഒരുമിച്ച് നോക്കേണ്ട റിയാക്ഷനാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞാൻ ആ റിയാക്ഷൻ വരുമ്പോൾ പറഞ്ഞു തരാം. ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചേക്കുക. സാൻമേയേഴ്സ് റിയാക്ഷനും ഗെറ്റമാൻ റിയാക്ഷനും ഒരുമിച്ച് പഠിച്ചേക്കുക. പിന്നെ വൂഡ്സ് റിയാക്ഷൻ, ഫിഡിക് റിയാക്ഷൻ, വൂഡ്സ് ഫിഡ് റിയാക്ഷൻ, ഇത് ഒരുമിച്ച് വരുന്ന കേസുകളാണ്. ഇതിലും ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് വരുത്താനുള്ളൂ. അതാണ് അങ്ങനെ കോംബോ ആയിട്ട് പഠിക്കാൻ പറഞ്ഞത്. ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷനും ഒരു സെറ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് ഡോസ് പ്രോസസ്. ആക്ച്വലി ഇത് ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതർ എന്ന് പറയുന്ന ഭാഗത്താണ് നല്ലപോലെ മനസ്സിലാക്കിയെടുക്കാനുള്ളത്. എങ്കിൽ നമ്മളിവിടെ പഠിച്ചു പോകുന്നു. നമ്മളിവിടെ റിയാക്ഷൻ പഠിക്കുന്നുണ്ട്, ആ ചാപ്റ്ററിലെ റിയാക്ഷൻ ഉള്ളതുകൊണ്ട്. അത് നമ്മളുടെ ഫിംഗൽസൺ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും ഒരുമിച്ച് പഠിക്കാൻ പോകുകയാണ്. ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബണുകളിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഹാലജൻ ആയിട്ടുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വരുന്ന ആളുകളാണ് ഹാലോ ആൽക്കെയിനുകളും ഹാലോ അറൈൻസും. ബെൻസിൻ റിംഗ് ആണെങ്കിൽ ഹാലോ പറയും.
അവിടെ നമുക്ക് ഫ്ലൂറോ ആൽക്കെയിൻ ഉണ്ട്, ക്ലോറോ ആൽക്കെയിൻ ഉണ്ട്, ബ്രോമോ ആൽക്കെയിൻ ഉണ്ട്, അയഡോ ആൽക്കെയിൻ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന റിയാക്ഷനുകളിലെല്ലാം തന്നെ ക്ലോറോ ആൽക്കെയിനുകളെയും ബ്രോമോ ആൽക്കെയിനുകളെയും ഉണ്ടാക്കാനുള്ള റിയാക്ഷനാണ് പഠിക്കുന്നത്. ഫ്ലൂറോ ആൽക്കെയിനുകളെയും അയഡോ ആൽക്കെയിനെയും ഉണ്ടാക്കാവുന്ന രണ്ട് റിയാക്ഷൻ ഇത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് അയഡോ ആൽക്കെയിൻ, അതായത് RX എന്ന് പറയാം, RI, റെഡി. അതേപോലെ RF, ഫ്ലൂറോ ആൽക്കെയിനും അയഡോ ആൽക്കെയിനും ഉണ്ടാക്കുക രണ്ട് റിയാക്ഷൻ ഇത് മാത്രമാണ്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രോമോ ആൽക്കെയിന്, ക്ലോറോ ആൽക്കെയിൻ, അതായത് ഈ X എന്ന് പറയുന്നത് ആരാണ്? ക്ലോറിനോ ബ്രോമിനോ ആവാം. ഈ R എന്ന് പറയുന്നത് ആരാണ്? CH3 CH2 CH2 എന്ന് പറയുന്ന ആളുകൾ. ഇപ്പൊ CH3 CH2 ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കാം. പിന്നെ ഒരു ക്ലോറിൻ. ഈ ക്ലോറിനെയാണ് നമ്മൾ X എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്തുള്ള ഈ കാർബണുകളിൽ ഈ ഭാഗത്തെ നമ്മൾ R എന്ന് പറയുന്നത്. അപ്പൊ R എന്ന് പറയുമ്പോൾ CH3 CH2 CH2 എന്നുള്ള സാധനം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. X എന്ന് പറഞ്ഞാൽ ഒരു ഹാലജൻ ആണെന്നുള്ളത് മനസ്സിൽ ഓർമ്മയുണ്ടാവണം. ഇവിടുത്തെ X എന്ന് പറഞ്ഞാൽ ക്ലോറിനും ബ്രോമിനുമാണ്. ഹാലോ ആൽക്കേനുകളിലുള്ള ക്ലോറിനെ അല്ലെങ്കിൽ ബ്രോമിനുകളെ മാറ്റിയിട്ട് അവിടെ അയഡിനെ കൊണ്ടുവരാനുള്ള റിയാക്ഷനാണ് ഫിംഗൽസൺ റിയാക്ഷൻ. അതേപോലെ ഇവിടെയുള്ള ഹാലജൻ ആയിട്ടുള്ള ക്ലോറിനെയോ ബ്രോമിനെയോ മാറ്റിയിട്ട് ഫ്ലൂറിനെ കൊണ്ടുവരാനുള്ളതാണ് സ്വാർട്സ് റിയാക്ഷൻ. ശ്രദ്ധിക്കുക, ഫ്ലൂറിനെ കൊണ്ടുവരാനുള്ളത് ഫിംഗൽസൺ റിയാക്ഷൻ അല്ല എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഫിംഗൽസൺ F ഉണ്ട്, ഫ്ലൂറിനിൽ F ഉണ്ട്. ഫിംഗൽസൺ ഫ്ലൂറിൻ അങ്ങനെയല്ല എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഫിംഗൽസൺ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനെ കൊണ്ടുവരാനല്ല, പിന്നെ അയഡിനെ കൊണ്ടുവരാനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഫിംഗൽസൺ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ RX നായ്ക്കുട്ടിനെ ചേർക്കുന്നു, നായ്ക്കുട്ടിയെ ചേർക്കുന്നു. ഡ്രൈ അസറ്റോണിന്റെ പ്രസൻസിൽ നായ്ക്കുട്ടിയെ ചേർത്താൽ ഈ Nയും Xും കൂടെ NAയും Xും കൂടെ പോയിട്ട് Xന്റെ സ്ഥാനത്ത് ആര് വരും? I വരും. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ RI ആണ്. റെഡി അല്ലേ? ഇത് ആക്ച്വലി ലൈവ് എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ലൈവിനൊരു സ്ലോട്ട് നമുക്ക് കിട്ടാനുള്ള ഗ്യാപ്പില്ല. മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ലൈവ് എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു വൈബ് കുറവുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും മാക്സിമം നമുക്ക് രസകരമായ രീതിക്ക് പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഫുൾ ഇരുന്ന് കാണണേ. നിങ്ങൾ ഒറ്റ ഇരിപ്പിനെ കണ്ട് മുഴുവൻ റിയാക്ഷൻസ് പഠിച്ച് തീർത്തു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ പൊളിയാണ്. വേഗത്തിൽ പറഞ്ഞിരിക്കുക. വീഡിയോയുടെ ലെങ്ത് മാക്സിമം ഷോർട്ട് ആക്കാനും ശ്രമിക്കാം. അപ്പൊ Xനെ മാറ്റിയിട്ട് അതിനെ കൊണ്ടുവരാൻ നമ്മൾ നായ്ക്കുട്ടിയെ ചേർക്കണം. അങ്ങനെ അതിനെ കൊണ്ടുവരാൻ റിയാക്ഷനാണ് ഫിംഗൽസൺ റിയാക്ഷൻ. അതേപോലെ Xനെ മാറ്റി ഫ്ലൂറിനെ കൊണ്ടുവരാൻ ഫ്ലൂറോ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ളതാണ് RF. ഇവിടെ ഇപ്പോൾ എന്ത് വരും? പ്ലസ് NaX. ബൈ പ്രോഡക്റ്റ് എഴുതണമെന്ന് നിർബന്ധമില്ല, ബാലൻസർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓർഗാനിക് കെമിസ്ട്രിയിൽ കെമിക്കൽ റിയാക്ഷൻ ബാലൻസർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, ബൈ പ്രോഡക്റ്റുകൾ എഴുതണമെന്നും നിർബന്ധമില്ല. ഓക്കെ, അത് ക്ലിയർ ആയി. അപ്പോൾ Xനെ മാറ്റി ആര് വരുന്നു? F വരുന്നു. F വരാൻ വേണ്ടി നമ്മൾ ആരെയാണ് ചേർക്കേണ്ടത്? KGF ആണോ? KGF അല്ല, AGF. KGF അല്ല, AGF. AGF ചേർക്കുന്നു. അപ്പോൾ പ്ലസ് AgX കൂടെ ഉണ്ടാവും. റെഡി. അപ്പോൾ ഈ രണ്ട് റിയാക്ഷനാണ് ഫിംഗൽസൺ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ. ഫിംഗൽസൺ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ വേഗം പറഞ്ഞുതരാം. ഇപ്പൊ CH3 CH2 Br ഉണ്ട്. എനിക്കിതിനെ CH3 CH2 ആ Brനെ മാറ്റിയിട്ട് അവിടെ ആരെ കൊണ്ടുവരണം? അയഡിനെ കൊണ്ടുവരണം. ഞാൻ എന്ത് ചെയ്താൽ മതി? നായ്ക്കുട്ടിനെ ചേർത്താൽ മതി. ഡ്രൈ അസറ്റോണിന്റെ പ്രസൻസിൽ. അപ്പോൾ ഈ നേരം ഇങ്ങോട്ടേക്ക് വരും. റെഡി. അതേപോലെ ഈ Brനെ മാറ്റി ഫ്ലൂറിനെ കൊണ്ടുവരാൻ ആരാണ് ഉണ്ടായിരിക്കുക? AgF ചേർത്താൽ മതി. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഇനി അടുത്ത് സാൻ മേയേഴ്സ് റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും. എങ്ങനെയാണ്? സാൻ മേയർ ഗെറ്റർമാൻ ഈ രണ്ട് റിയാക്ഷനുകളും ഒരേ സംഭവമാണ്. റിയേജന്റുകൾ മാത്രമാണ് മാറുന്നത്. റിയാക്ടൻസും പ്രൊഡക്റ്റും സെയിം സാധനമാണ്, അവിടെയുള്ള റിയേജന്റുകൾ മാത്രം മാറും. അതായത് ഇതിനെ പറയുന്ന പേരാണ് ഡൈസോണിയം സാൾട്ട്. ബെൻസീൻ ഡൈസോണിയം സാൾട്ട്. ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ N2X വരുന്നതാണ് ബെൻസീൻ ഡൈസോണിയം സാൾട്ട് എന്ന് പറയുന്നത്. ഈ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിലുള്ള ഈ N2Xനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിനെയോ ബ്രോമിനെയോ കൊണ്ടുവരാൻ വേണ്ടിയുള്ള റിയാക്ഷനുകളാണ് സാൻ മേയേഴ്സ് റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും. സിംപ്ലി ക്ലോറോബെൻസിനും ബ്രോമോബെൻസിനും ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ നിന്ന്? ഡൈസോണിയം സാൾട്ടിൽ നിന്ന്. അല്ല, ഈ ഡൈസോണിയം സാൾട്ട് എങ്ങനെയാണ് ഉണ്ടായത്? അത് അനിലിൽ നിന്നാണ് ഉണ്ടായത്. ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ NH2 വരുന്ന ആളാണ് എന്ത്? അനിലിൻ എന്ന് പറയുന്നത്. അത് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. ഓക്കെ, ഡൈസോട്ടൈസേഷൻ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അനിലിൻ, ഇത് നമുക്ക് എന്ത് പറയാം? അനിലിൻ എന്ന് പറയാം. അനിലിൻ എന്ന് പറയുന്ന ഈ NH2നെ നമ്മൾ എന്താക്കി മാറ്റുന്നു? N2X ആക്കി മാറ്റുന്നു. എന്തിനാണ് സാർ ഈ NH2നെ മാറ്റി N2X ആക്കി മാറ്റുന്നത്? ഈ NH2നെ മാറ്റി അവിടെ ക്ലോറിനെയോ ബ്രോമിനെയോ ഒക്കെ കൊണ്ടുവരുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഈ NH2നെ മാറ്റി അവിടെ എന്താക്കുന്നു? N2X ആക്കി മാറ്റുന്നു. ഇതാണ് ബെൻസീൻ ഡയസോണിയം സാൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ N2X ആക്കി മാറ്റിയാൽ ഈ N2Xനെ വളരെ ഈസി ആയിരുന്നു ചൂടാക്കിയാൽ മതി, പൊട്ടിപ്പോയിക്കോളും. ഈ ഡൈസോണിയം സാൾട്ടിൽ ഈ N2Xനെ മാറ്റിയിട്ട് അവിടെ ക്ലോറിനെയോ ബ്രോമിനെയോ ഫ്ലൂറിനെയോ അയഡിനെയോ OHനെയോ എന്ത് ഹൈഡ്രജനെയോ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെ പല ഫോമിലോട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ആരെ? ഈ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് വെച്ചുകൊണ്ട്.
അതിനാലാണ് ഈ അനിലിനെ നമ്മൾ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ആക്കി മാറ്റുന്നത്. ഇങ്ങനെ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ആക്കി മാറ്റിയാൽ ഈ N2X മാറ്റി ഇവിടെ ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് പല പല ഫോമിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഇത്. റിയാക്ഷന്റെ പേര് എന്താണ്? ഡൈസോട്ടൈസേഷൻ. ഡൈസോണിയം സാൾട്ട് ഉണ്ടാക്കുന്ന ഈ റിയാക്ഷൻ ഡൈസോട്ടൈസേഷൻ. അതിനെ നമ്മൾ എടുക്കുന്നത് ആരൊക്കെയാണ്? അനിലിനാണ്. ബെൻസിൻ റിങ്ങിന്റെ മുകളിൽ NH2 ഉള്ള അനിലിന് എടുക്കുന്നു, NaNO2 ചേർക്കുന്നു. എത്ര? 0 to 5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273 കെൽവിൻ ടു 278 കെൽവിൻസ്. അത്രയും ലോവസ്റ്റ് ടെമ്പറേച്ചർ 0 to 5 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ വെക്കുന്നത്. അല്ലെങ്കിൽ 273 കെൽവിൻ മുതൽ 278 കെൽവിൻ വരെ അത്ര ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ വെക്കുന്നു. NaNO2 വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചേർക്കുന്നത് HX ആണ്. HX എന്ന് പറയുന്നത് HCl ചേർക്കാം, അല്ലെങ്കിൽ HBr ചേർക്കാം. നമ്മളിവിടെ ആരെയാണോ ചേർക്കുന്നത് അതിൽ നിന്ന് ഒരു H-നെ മാറ്റി ബാക്കിയുള്ള ആളാണ് ഇവിടെ വന്ന് നിൽക്കുക. ഇപ്പൊ HX ആണെങ്കിൽ H-നെ മാറ്റി ബാക്കിയുള്ള X ആണ് ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ ഞാൻ HCl ചേർത്താൽ ഇവിടെ N2Cl എന്ന് വരും. ഇവിടെ ഞാൻ HBr ചേർത്താൽ ഇവിടെ N2Br എന്ന് വരും. റെഡി? അപ്പൊ അതിനെ പറയുന്ന പേര് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ്, ബെൻസീൻ ഡൈസോണിയം ബ്രോമൈഡ് എന്നാണ് പറയുക. ഏതോ ഒരു ഡൈസോണിയം സാൾട്ട്, അവിടെ ക്ലോറിൻ ആയാലും ബ്രോമിൻ ആയാലും പ്രശ്നമേ അല്ല. ഏതോ ഒരു ഡൈസോണിയം സാൾട്ട്, ബെൻസീൻ ഡൈസോണിയം ബ്രോമൈഡോ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡോ ആരെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ റിയാക്ഷനാണ് ഡൈസോട്ടൈസ്. അപ്പൊ ഡൈസോട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് അനിലേറ്റൻ. അനിലേറ്റനാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു അനിലേറ്റൻ. 0 to 5 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ച, അതായത് അത്രയും ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുത്ത NaNO2 കുടിപ്പിക്കുന്നു. എങ്ങനെ? NaNO2 കുടിപ്പിക്കുന്നു അനിലേറ്റൻ. ടച്ചിങ്സിനായിട്ട് HX കൊടുക്കുന്നു. എപ്പടി? ടച്ചിങ്സിനായിട്ട് HX കൊടുക്കുന്നു. അപ്പോ ഈ അനിലേറ്റൻ ഈ NaNO2 ഇത്രയും ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ കുടിച്ചപ്പോ അദ്ദേഹം ഈ ടച്ചിങ്സ് എടുത്തുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്ന എവിടെയാ? നേരെ വായിൽ വെക്കുന്നവരെ നേരെ നെറ്റിൽ വെക്കുന്നു. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, പ്രശ്നമില്ല. എൻ്റെ മക്കൾ പഠിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ട്രിക്സ് ആണ്. എക്സാം ഹാളിൽ അവർക്ക് ഇത് എഴുതി വെക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. ഒരു ടെൻഷൻ വന്നാൽ പോലും, എത്ര തന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും, പല ചോദ്യങ്ങൾക്ക് അറിയില്ലെങ്കിലും ഞാൻ പഠിപ്പിച്ച റിയാക്ഷനൊക്കെ അവിടെ എഴുതി വെക്കണം എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയുള്ളവർ ആരും പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. അപ്പൊ ഈ HX എടുക്കുന്നു. ഈ HX എടുക്കുന്നു ടച്ചിങ്സ് ആണ്. ടച്ചിങ്സ് ആയിട്ട് നേരെ വെക്കുന്നത് നാക്കിലല്ല, നേരെ മൊത്തം നെറ്റിയിലാണ്. ദേ കിടക്കുന്നു ഈ X അവന്റെ നെറ്റിയിൽ. അങ്ങനെ ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ N2X, ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ എന്തുണ്ട്? N2X ഉണ്ട്. ഇതിനാണ് ബെൻസീൻ ഡൈസോണിയം സാൾട്ട് എന്ന് പറയുന്നത്. അനിലേറ്റൻ എന്തായിട്ട് മാറി? ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ആയിട്ട് മാറി. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഡൈസോട്ടൈസേഷൻ. ഇങ്ങനെ ഡൈസോണിയം സാൾട്ട് ആക്കി മാറ്റിയാൽ ഇവനെ നമ്മൾ ക്ലോറോ ബെൻസിനും ബ്രോമോ ബെൻസിനും ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് സാൻ മേയേഴ്സ് റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷൻ. അതായത് ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ ക്ലോറോ ബെൻസിനും ആക്കി മാറ്റാം, ബ്രോമോ ബെൻസിനും ആക്കി മാറ്റാം. എങ്ങനെ? രണ്ട് മെത്തേഡ് വഴി, സാൻ മേയേഴ്സ് റിയാക്ഷൻ വഴി, ഗെറ്റർമാൻ റിയാക്ഷൻ. പലരും പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ ക്ലോറോ ബെൻസിൻ ആക്കാനുള്ളതാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ, ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ ബ്രോമോ ബെൻസിൻ ആക്കി മാറ്റാനുള്ളതാണ് ഗെറ്റർമാൻ റിയാക്ഷൻ. അങ്ങനെയല്ല. ഡൈസോണിയം സാൾട്ടിനെ ക്ലോറോ ബെൻസിനും ആക്കാം, ബ്രോമോ ബെൻസിനും ആക്കാം. സാൻ മേയേഴ്സ് വഴി നടക്കും. അതേപോലെ ഗെറ്റർമാൻ റിയാക്ഷൻ വഴിയും നടക്കും. എങ്ങനെയാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ വഴി ക്ലോറോ ബെൻസിനും ബ്രോമോ ബെൻസിനും ഉണ്ടാക്കിയെടുക്കാം? ബെൻസീൻ ഡൈസോണിയം സാൾട്ടിൽ കുപ്രസ് ക്ലോറൈഡും HCl ചേർക്കുക, കുപ്രസ് ബ്രോമൈഡും HBr ചേർക്കുക. കുപ്രസ് ക്ലോറൈഡ് HBr, കുപ്രസ് ക്ലോറൈഡ് HCl. എങ്ങനെ? HCലും കുപ്രസ് ക്ലോറൈഡും, HBr കുപ്രസ് ബ്രോമൈഡും. കുപ്രസ് ക്ലോറൈഡും HCl ചേർത്താൽ നിങ്ങൾക്ക് ക്ലോറോ ബെൻസിൻ കിട്ടും. നേരെ മറിച്ച് കുപ്രസ് ബ്രോമൈഡും HBr ചേർക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രോമോ ബെൻസിൻ കിട്ടും. റെഡിയല്ലേ? കുപ്രസ് ക്ലോറൈഡ് HBr, കുപ്രസ് ക്ലോറൈഡ് HCl, കുപ്രസ് ബ്രോമൈഡ് HBr. ഇനി നേരെ തിരിച്ച് കുപ്രസ് ക്ലോറൈഡും കുപ്രസ് ബ്രോമൈഡും വേണ്ട, ജസ്റ്റ് കോപ്പർ പൗഡർ ഇട്ടാൽ മതി. വെറും കോപ്പർ പൗഡർ ഇട്ടാൽ മതി. HCലും കോപ്പർ പൗഡറും, HBറും കോപ്പർ പൗഡറും. നോക്കിക്കേ, HCലും കോപ്പർ പൗഡറും, HBറും കോപ്പർ പൗഡറും. അങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? HCl ചേർക്കുന്നെങ്കിൽ ക്ലോറോ ബെൻസിൻ, HBr ചേർക്കുന്നെങ്കിൽ ബ്രോമോ ബെൻസിൻ. ഇവിടെ ഏത് ഡൈസോണിയം സാൾട്ട് വേണമെങ്കിലും എടുക്കാം. ബെൻസിൻ ഡൈസോണിയം ബ്രോമൈഡോ ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡോ ആര് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു ഡൈസോണിയം സാൾട്ട് കോപ്പർ പൗഡർ ചേർക്കുന്നെങ്കിൽ ഇതാണ് കിട്ടും. കോപ്പർ പൗഡർ ചേർത്താലും ഇവിടെ കിട്ടുമെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്? അപ്പൊ ഈ റിയാക്ഷൻ ഓർത്ത് വെക്കാനുള്ള വഴി, ഇത് സാൻ മേയർ റിയാക്ഷൻ, ഗെറ്റർമാൻ റിയാക്ഷൻ. സാൻ മേയർ എന്ന് പറഞ്ഞാൽ മേയർ, കോർപ്പറേഷൻ മേയർ, കോർപ്പറേഷൻ. അപ്പൊ രണ്ടാളുകളെ കോംബോ ആയിട്ട് ഓർത്ത് വെക്കണം. ഈ സാൻ മേയർ റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും ഒരുമിച്ച് ഓർത്ത് വെക്കണം. എങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഓർത്ത് വെക്കാം? സാൻ മേയർ, കൊച്ചി മേയർ, കോർപ്പറേഷൻ മേയറല്ലേ? മേയറുടെ കൂടെ തന്നെ ഒരു ഗൺമാൻ ഉണ്ടായിരിക്കും. ഗൺമാൻ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പറയുന്നു മേയറുടെ കൂടെ ഗൺമാൻ ഉണ്ട്. ഗൺമാൻ, ഇവിടെ ഗൺമാൻ എന്ന് പറഞ്ഞാൽ ഗെറ്റർമാൻ. അപ്പൊ സാൻ മേയറും ഗെറ്റർമാനും ഇപ്പൊ ഒരുമിച്ചായി. സാൻ മേയറുടെ കൂടെ എന്തുണ്ട്? ഗൺമാൻ ഉണ്ട്, അഥവാ ഗെറ്റർമാൻ ഉണ്ട്. അപ്പൊ സാൻ മേയർ റിയാക്ഷൻ, ഗെറ്റർമാൻ റിയാക്ഷൻ ഒരുമിച്ച് കോംബോ അവർ രണ്ടുകളെ ഓർത്ത് വെച്ചു. ഇനി ആരിലാണ് കോപ്പർ പൗഡർ, ആരാണ് കുപ്രസ് ക്ലോറൈഡ് എന്ന സാധനം, ആരിലാണ് കോപ്പർ പൗഡർ എന്നത്? മക്കളെ ഗെറ്റർമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്ന ഗൺമാനെ വെച്ചിട്ടില്ലേ? അപ്പൊ ഗൺമാന്റെ കയ്യിലാണ് ഗൺ പൗഡർ ഉണ്ടായിരിക്കും. ഗൺ പൗഡർ, കോപ്പർ പൗഡർ. അപ്പൊ ഗെറ്റർമാൻ എന്ന് പറഞ്ഞാൽ ഗൺമാന്റെ കയ്യിൽ ഗൺ പൗഡർ ഉണ്ടായിരിക്കും. ഗൺ പൗഡർ പറഞ്ഞാൽ കോപ്പർ പൗഡർ. അപ്പൊ കോപ്പർ പൗഡർ ഉള്ള ആരിലാണ്? ഗെറ്റർമാൻ റിയാക്ഷൻ, സാൻ മേയർ റിയാക്ഷൻ. രണ്ട് കോംബോ ഒരുമിച്ച് ഓർത്ത് വെച്ചേക്കുക.
അതിൽ കോപ്പർ പൗഡർ ചേർക്കുന്ന ആരെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയും. ഒരാള് തന്നെ എത്ര കമന്റ് വേണമെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ ഇട്ടോ, കേറട്ടെ കമന്റ് 300 400 500 വന്ന് കമന്റ് കേറട്ടെ. ഓരോ സമയത്തും നിങ്ങൾക്ക് അസ്വാർ പോലീസർ ടൈം ലാപ്സും കൂടെ വെച്ച് നിങ്ങൾ താഴത്തെ കമന്റ് ഇട്ടെ. ലൈവിൽ നിങ്ങൾ എങ്ങനെയാണോ ചാറ്റ് ചെയ്യുന്നത് അതുപോലെ ഒന്ന് താഴത്തെ കമന്റ് ഇട്ട് നോക്കിക്കേ. നിങ്ങൾ ഇടുന്ന കമന്റുകൾ നിങ്ങൾ അതേ പറഞ്ഞ ടൈമിൽ ഇഷ്ടപ്പെട്ട ആളുകൾ അതിനെ വന്ന് ലൈക്ക് ചെയ്യട്ടെ. എത്ര ആളുകൾക്ക് കൂടുതൽ ലൈക്ക് കിട്ടുന്നതൊക്കെ നോക്കാം. അങ്ങനെ രസമായ രീതിക്ക് നമുക്ക് അങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് ആക്റ്റീവായിട്ട് അങ്ങനെ പോവാം. റെഡി? ഇനി അടുത്ത റിയാക്ഷൻ നോക്കണേ. നിങ്ങൾ ഓർക്കണം, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ഉണ്ടാക്കുന്ന ഈ ഡൈസോട്ടൈസേഷൻ, അതായത് N2X ആക്കി മാറ്റുന്ന ഇവനെ നിങ്ങളോട് ഒരുപക്ഷെ എക്സാമിന് എങ്ങനെ ചോദിക്കാൻ അറിയാമോ? കൺവേർട്ട് അനിലിൻ ഇൻ ടു ക്ലോറോബെൻസിൻ. അനിലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. ഇതിനെങ്ങനെ ക്ലോറോബെൻസിൻ ആക്കി മാറ്റുക? ഇവിടെയുള്ള NH2 മാറ്റിയിട്ട് ക്ലോറിൻ ആക്കാൻ നമുക്ക് പറ്റില്ല. മറിച്ച് ഈ അനിലിൻ നമ്മൾ NH2 എന്താക്കി മാറ്റണം? ഡൈസോണിയം സാൾട്ട് ആക്കി മാറ്റണം. അതിനുശേഷം സാൻവേസ് റിയാക്ഷൻ വഴിയോ ഗെറ്റർമാൻ റിയാക്ഷൻ വഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലോറോബെൻസിൻ ആക്കി മാറ്റാം. അത് മാത്രമല്ല കുറെ ആൾക്കാർ ഉണ്ടാക്കിയത് നോക്കണേ നിങ്ങൾ. ഇവിടെ ഈ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് ഉണ്ട്. ഈ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിൽ നിങ്ങൾക്ക് ഞാൻ 2-3 കാര്യങ്ങൾ എഴുതിത്തരാം. ഒന്നുകിൽ കുപ്രസ് ക്ലോറൈഡ് ചേർത്തുകൊണ്ട്, കുപ്രസ് ക്ലോറൈഡും HCl അതല്ലെങ്കിൽ കോപ്പർ പൗഡറും HCl ചേർത്താൽ എന്ത് കിട്ടും? ക്ലോറോബെൻസിൻ കിട്ടും. ശരിയല്ലേ? ക്ലോറോബെൻസിൻ കിട്ടും. ഉള്ളിൽ കാണുന്നുണ്ടോ? ഇനി കുപ്രസ് ബ്രോമൈഡ് HBr അല്ലെങ്കിൽ കോപ്പർ പൗഡർ HBr ചേർത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബ്രോമോബെൻസിൻ കിട്ടും. ശരിയല്ലേ? അപ്പൊ ക്ലോറോബെൻസിനും ബ്രോമോബെൻസിനും ഉണ്ടാക്കുന്ന കാര്യം മറ്റേ എങ്ങനെയാണ്? അനിലിനെ നേരെ നമ്മൾ ക്ലോറോബെൻസിനും ബ്രോമോബെൻസിനാക്കി മാറ്റിയിരിക്കുകയാണ്. എങ്ങനെ? ഡൈസോണിയം സാൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം. ഇനി അപ്പൊ ക്ലോറോബെൻസിനും ബ്രോമോബെൻസിനും മാത്രമല്ല, ബെൻസിൻ ഡൈസോണിയം സാൾട്ടിനെ ക്ലോറോബെൻസിനും ബ്രോമോബെൻസിനും മാത്രമല്ല അയഡോബെൻസിനാക്കി മാറ്റാം. എങ്ങനെയാണ്? ജസ്റ്റ് പൊട്ടാസ്യം ഹൈഡ്രേറ്റ് ചേർക്കുക, ചൂടാക്കുക. അത്രയേ ഉള്ളൂ. പൊട്ടാസ്യം ഹൈഡ്രേറ്റ് ചേർക്കുക, ചൂടാക്കുക. നിങ്ങൾക്ക് അതിനെ ഫിനോളാക്കി മാറ്റണോ? ബെൻസിൻ ഡൈസോണിയം സാൾട്ടിനെ ഫിനോളാക്കി മാറ്റണോ? പച്ചവെള്ളം ഒഴിച്ച് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് H2 ചേർത്ത് ചൂടാക്കിയാൽ മതി. ഇനി നിങ്ങൾക്കത് വെറും ബെൻസിൻ മാത്രമാക്കി മാറ്റണോ? ഈ N2X ഇവിടെ പറപ്പിക്കണോ? വെറും പഴയതുപോലെ ബെൻസിൻ റിംഗ് ആക്കി മാറ്റണോ? ഈ N2X മാറ്റി പഴയ പോലെ അവിടെ H കൊണ്ടുവരണോ? എങ്കിൽ H3PO3 ചേർത്താൽ മതി. H3PO3 എന്ത് ചെയ്യുക? കോപ്പറിന്റെ പ്രസൻസ് ചേർക്കുക. അത്രയേ ഉള്ളൂ. അപ്പോ ഇവിടെ കാണുന്ന അനിലിനെ ക്ലോറോബെൻസിൻ ആക്കാം, അനിലിനെ ബ്രോമോബെൻസിൻ ആക്കാം, അനിലിനെ അയഡോബെൻസിൻ ആക്കാം, അനിലിനെ ഫിനോൾ ആക്കാം. കൺവേർട്ട് അനിലിൻ ഇൻ ടു ഫിനോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അനിലിനെ ഡൈസോണിയം സാൾട്ട് ആക്കി മാറ്റണം. അതിനുശേഷം വെള്ളം ചേർത്താൽ മതി. ഇനി അനിലിനെ എന്താക്കി മാറ്റാം? നമുക്ക് പഴയപോലെ ബെൻസിൻ റിംഗ് ആക്കി മാറ്റാം. ഇതിന് തൊട്ട് മുന്നൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഏതെന്നറിയാമോ? നൈട്രോബെൻസിൻ. അത് ബെൻസിൻ റിംഗിന്റെ തലയ്ക്ക് മുകളിൽ NO2 ഗ്രൂപ്പ്. ഈ നൈട്രോബെൻസിനെ ക്ലോറോബെൻസിൻ, ബ്രോമോബെൻസിൻ, അയഡോബെൻസിൻ, ഫീനോള് അല്ലെങ്കിൽ ബെൻസിനൊക്കെ ആക്കി മാറ്റാം. എങ്ങനെയെന്നറിയാവോ? ഈ നൈട്രോബെൻസിന് റിഡക്ഷൻ നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള NH2 കിട്ടും. അപ്പൊ ഈ നൈട്രോബെൻസിന് നിങ്ങൾ റിഡക്ഷൻ നടത്തി നൈട്രോ ഗ്രൂപ്പിലുള്ള NO ഗ്രൂപ്പിലുള്ള നൈട്രോബെൻസിന് റിഡക്ഷൻ നടത്തിയാൽ അനിലും കിട്ടും. അനിലിന് ഡൈസോണിയം സാൾട്ട് വഴി ഇവനെ കിട്ടും. ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാക്കി മാറ്റാം. അങ്ങനെ പല രീതിക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. വളരെ രസകരമായ രീതിക്ക് ഈ റിയാക്ഷൻ ഒക്കെ എഴുതി പോവാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? ഇനി അടുത്ത കോമ്പോയിട്ട് പഠിക്കുന്ന റിയാക്ഷനുകളാണ് വൂഡ്സ് റിയാക്ഷനും ഫിഡിഗ് റിയാക്ഷനും. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. വൂഡ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്ത് വെക്കാനുള്ള ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. വൂഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡോറ ബുജ്ജി പറയുന്ന പോലെ കാട്, മല, മീനുകളുള്ള തടാകം. എങ്ങനെയാണ് പറയേണ്ടത്? ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റൽ ഡ്രൈ ഈതർ. ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റൽ ഡ്രൈ ഈതർ ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റൽ ഡ്രൈ ഈതർ. അപ്പൊ രണ്ട് ആൽക്കൈൽ ഹാലൈഡുകൾ എടുക്കുകയാണ്. സോഡിയം മെറ്റൽ അവിടെയുള്ള ആളുകൾ പോയി തരാം. നോക്കിയോ, CH3 CH2 Br, വീണ്ടും ഒരു CH3 CH2 Br. അപ്പൊ രണ്ട് ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. അപ്പൊ ഈ രണ്ടാളുകൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൽക്കൈൽ ഹാലൈഡുകൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ദേ വരുന്നു സോഡിയം. സോഡിയം എങ്ങനെയാ വരുന്നത്? ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ. ഡ്രൈ ഈതറിന്റെ പ്രസൻസിലാണ് ആര് വരുന്നത്? സോഡിയം വരുന്നത്. സോഡിയം ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ വരുമ്പോൾ ബൈക്കും കൊണ്ടാണ് വരുന്നത്. ഈ സോഡിയം എന്ത് ചെയ്യും? ഈ ബ്രോമിനെ എടുത്തോണ്ട് പോകും. ഈ സോഡിയം എന്താ ചെയ്തത്? ഈ ബ്രോമിനെ എടുത്തോണ്ട് പോകും. ഈ സോഡിയം എന്ത് ചെയ്യുന്നു? ഈ ബ്രോമിനെ എടുത്തോണ്ട് പോകും. അപ്പൊ ഇവന്റെ കയ്യിലുള്ള ബ്രോമിനും പോയി, ഇവന്റെ കയ്യിലുള്ള ബ്രോമിനും പോയി. രണ്ടുപേരും പോയി. ഇവർ പോയി. രണ്ട് NaBrകൾ പോയി. അപ്പോൾ എങ്ങനെയാണ്? രണ്ട് NaBrകൾ പോയി. പിന്നെ ആരാളുള്ളത്? CH3 CH2 പിന്നെ CH2 CH3. ഇവർ പരസ്പരം കണക്ട് ആവുകയാണ്. അവന്റെ കയ്യിലുള്ള ബിആറും പോയി, ഇവന്റെ കയ്യിലുള്ള ബിആറും പോയി. ഇവരൊക്കെ തുല്യ ദുഃഖിതരാണ്. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയാണ്. പിന്നെ വളരെ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വളരുകയാണ്. ഏത്? CH3 CH2 CH3. എങ്ങനെയാണ്? CH3 CH2 CH3. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന ഹാലോ ആൽക്കീനുകളിൽ എത്ര കാർബൺ ആണോ ഉള്ളത് അതിന്റെ ഡബിൾ നമ്പർ ഓഫ് കാർബൺ ഉള്ള ഹാലോ
ആൽക്കീൻ ആണ് അവിടെ കിട്ടുക അല്ലേ. ഇവിടെ നമ്മൾ എടുക്കുന്ന ആളുകളുടെ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഡബിൾ നമ്പർ ഓഫ് കാർബൺ ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഇത് ആൽക്കൈൽ ഹാലൈഡുകളാണ്. ആൽക്കേനും ഹാലജനും ഹാലജനുകളെ സോഡിയം കൊണ്ടുപോയി ആൽക്കേനും കൂടെ കണക്ട് ആയി. ഇനി ബെൻസീൻ റിങ്ങിൽ ഹാലജൻ സോഡിയം വരികയാണ്, ഹാലജനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ബെൻസീനും കൂടെ കണക്ട് ആയി. ഇതാ എങ്ങനെയാണ് ബെൻസീൻ റിങ്ങിൽ ഒരു ഹാലജൻ, ഇവിടെ ഒരു ബെൻസീൻ റിങ്ങിൽ ഒരു ഹാലജൻ, സോഡിയം വരുന്നു, ഈ ക്ലോറിനെയും കൊണ്ടുപോയി. അപ്പൊ എന്തായിരിക്കും ഈ ബെൻസിനും കൂടെ കണക്ട് ആയി. ആ കണക്ട് ആയത് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. എങ്ങനെ ബെൻസിനും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുക, അവനെ കിടത്തിയിട്ട് വരയ്ക്കുക. റെഡി. ഇങ്ങനെ ഒരു ബെൻസീൻ റിങ്ങും ഈ ബെൻസീൻ റിങ്ങും എന്ത് ചെയ്യുന്നു, എന്താ ഞാൻ വരച്ചിരിക്കുന്നത്, ഇങ്ങനെ. ഇത് വരച്ചാലേ എപ്പോഴും എനിക്ക് ഇങ്ങനെ അങ്ങനെ വരച്ചിട്ട് സമാധാനം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡൈഫീനല കിട്ടുക. അപ്പൊ നോക്കണേ, ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഹാലജൻ, ഹാലജനും പോയാൽ ബെൻസീനും കൂടെ കണക്ട് ആയി. ഇത് ഫിഡിക് റിയാക്ഷൻ. ആൽക്കേനും കൂടെ കണക്ട് ആയാൽ വൂഡ്സ് റിയാക്ഷൻ. ബെൻസീനും കൂടെ കണക്ട് ആയി എന്ന് പറഞ്ഞാൽ ഫിഡിക് റിയാക്ഷൻ. ഇത് വൂഡ്സ് റിയാക്ഷൻ, ഇത് ഫിഡിക് റിയാക്ഷൻ. അപ്പൊ ആൽക്കേനും ബെൻസീനും കൂടെ കണക്ട് ആയാലോ അത് വൂഡ്സ് ഫിഡിക് റിയാക്ഷൻ. അതാണ് എന്ത് വൂഡ്സ് ഫിഡിക് റിയാക്ഷൻ. നോക്കണേ, ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇവിടെ നമ്മൾ എടുത്തത് പോലെയുള്ള ആൽക്കൈൽ ഹാലൈഡ് ആണ്. ഇത് ആൽക്കൈൽ ഹാലൈഡ്, ഇതെന്താണ് ബെൻസീൻ റിങ്ങിൽ ഹാലജൻ. റെഡി. അപ്പൊ നമ്മൾ സോഡിയം ചേർക്കുകയാണ്. സോഡിയം ചേർത്തു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ സോഡിയം ഇവിടെ ക്ലോറിനെ എടുക്കും, ഈ സോഡിയം ഈ ക്ലോറിനെ എടുക്കും. അതിനുശേഷം ഈ ബെൻസീൻ റിങ്ങും ഇവനും കൂടിയിട്ടാണ് കണക്ട് ആവുന്നുണ്ടായിരിക്കും. റെഡി അല്ലേ, മനസ്സിലായോ? ബെൻസീൻ റിങ്ങിൽ ഹാലജൻ, ആൽക്കീനിൽ ഹാലജൻ. സോഡിയം മെറ്റൽ ട്രൈസിന്റെ പ്രശ്നത്തിൽ വന്നാൽ എന്ത് ചെയ്യുക, നേരത്തെ പോലെ ഈ സോഡിയം ഈ ക്ലോറിനെ കൊണ്ടുപോകുക, ഈ സോഡിയം ഈ ക്ലോറിനെയും കൊണ്ടുപോകും. ബാക്കി ബെൻസീൻ റിങ്ങും ഇവനും കൂടെ കണക്ട് ആവും. അപ്പൊ ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ എന്തുണ്ടാവും, എന്തുണ്ടാവും, CH2CH3 അല്ലേ, CH2CH3. അങ്ങനെ ബെൻസീൻ റിങ്ങിനും ആൽക്കീനും കൂടെ കണക്ട് ആവുന്നതാണ് വൂഡ്സ് ഫിഡിക് റിയാക്ഷൻ. അപ്പോൾ വൂഡ്സ് റിയാക്ഷൻ എന്താണ്, ഫിഡിക് റിയാക്ഷൻ എന്താണ്, വൂഡ്സ് ഫിഡിക് റിയാക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായേ. ഇനി അടുത്ത് ഒരുമിച്ച് പഠിക്കേണ്ട കോംബോ ആരാന്നറിയാവോ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷനും. ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ് ചേർക്കുന്നതാണ്. ആൽക്കൈൽ ഹാലൈഡിന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, CH3Cl. ഇത് ആൽക്കൈൽ ഹാലൈഡ്. അസൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ഹാലൈഡ്, അതായത് CH3COOH. ഇതെന്താ ഇത്, CH3COOH. ഇതില് ഈ OH പകരം ക്ലോറിൻ ആണെങ്കിൽ ഇതാണ് ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് ഹാലൈഡ് എന്ന് പറയും. അങ്ങനെ ആസിഡ് ഹാലൈഡ് ചേർക്കുന്നതാണ് അസൈലേഷൻ. സിംപ്ലി CH3Cl ചേർത്താൽ അത് ആൽക്കൈലേഷൻ, CH3COCl ചേർത്താൽ അത് അസൈലേഷൻ, CH3COCl ചേർത്താൽ അസൈലേഷൻ. അതും അൺഹൈഡ്രസ് AlCl3ന്റെ പ്രസൻസിലാണ്. അപ്പോൾ അൺഹൈഡ്രസ് AlCl3ന്റെ പ്രസൻസിൽ ആൽക്കൈൽ ഹാലൈഡ് ചേർത്താൽ അത് ഫിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അൺഹൈഡ്രസ് AlCl3ന്റെ പ്രസൻസിൽ അസൈൽ ഹാലൈഡ് ചേർത്താൽ അത് ഫിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പോൾ നമ്മൾ ചേർക്കാൻ പോവുകയാണ് ഹാലോ ആൽക്കേനിൽ അൺഹൈഡ്രസ് AlCl3 പ്രസൻസ്. ഞാൻ എന്ത് ചേർക്കുന്നു, CH3Cl ചേർക്കുന്നു. ഇവിടെ ഞാൻ എന്ത് ചേർക്കുന്നു, CH3COCl ചേർക്കുന്നു. റെഡി. അപ്പൊ ഈ അൺഹൈഡ്രസ് AlCl3 ക്ലോറിനെ തൽക്കാലത്തേക്ക് ഇവൻ വാങ്ങി വെക്കും. ബാക്കിയുള്ള CH3 ഇവനിൽ ബെൻസീനിൽ കയറി അറ്റാക്ക് ചെയ്യും. അതേപോലെ ഇവിടെയും അൺഹൈഡ്രസ് AlCl3 ക്ലോറിനെ തൽക്കാലത്തേക്ക് വാങ്ങി വെക്കും. ബാക്കിയുള്ള ഈ COCH3 ഇല്ലേ, ഈ ബെൻസീൻ റിങ്ങിൽ കയറി അറ്റാക്ക് ചെയ്യും. അത് എവിടെ കയറി അറ്റാക്ക് ചെയ്യും എന്നതാണ് ഒരു ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കുക. മൊത്തം ചാപ്റ്ററിനെ വെച്ചുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ നിൽക്കുന്ന ബെൻസീനിലോട്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നടത്തിയാൽ ബെൻസീൻ റിങ്ങിന്റെ ഏതെങ്കിലും ഒരു കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യും. ഇവൻ ബെൻസീൻ റിങ്ങിന്റെ ഏതെങ്കിലും ഒരു കാർബണിൽ പോയി അറ്റാക്ക് ചെയ്യും. ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ മാത്രമല്ല പറയുന്നത്, നൈട്രേഷനും സൾഫോണേഷനും ക്ലോറിനേഷനും ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഒരുമിച്ച് കേൾക്കുക. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ചുമ്മാ കിടക്കുന്ന ബെൻസീൻ ആണെങ്കിൽ ഇവനെ എവിടെ വേണമെങ്കിലും കയറി അറ്റാക്ക് ചെയ്യാം, ഏത് കാർബണിൽ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. നേരെ മറിച്ച് ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ ക്ലോറിനുകൾ ആണെങ്കിലോ, മീൻസ് ഹാലജനുകൾ ആണെങ്കിലോ, ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ OH ആണെങ്കിലോ, ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ കാർബണൈൽ ഗ്രൂപ്പ് പോലുള്ള COOHകളോ ആണെങ്കിലോ മാറും. തോന്നിയ പോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ ഹാലജനുകൾ ആണെങ്കിലോ, ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ OH ആണെങ്കിലോ, ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ അങ്ങനെയുള്ള ഹാലജനുകൾ ആണെങ്കിലോ, അല്ലെങ്കിൽ ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ OHകൾ ആണെങ്കിലോ, നമ്മൾ പഠിക്കുന്ന 2 ചാപ്റ്ററുകൾ ഹാലോ ആൽക്കേനും ഇപ്പുറത്ത് പഠിക്കുന്ന ആൽക്കഹോൾ ഫീനോൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ ഇവിടെ ക്ലോറിൻ ആണെങ്കിലും ശരി, ഹാലജനുകൾ ആണെങ്കിലും ശരി, OHകൾ ആണെങ്കിലും ശരി, ഇവൻ ഇവിടെ നിൽക്കവേ
ഇവൻ ഇവിടെ നിൽക്കവേ വേറെ ഒരുത്തൻ വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തോന്നിയ പോലെ എവിടെയെങ്കിലും കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ട് പൊസിഷനാണ് വന്ന് അറ്റാക്ക് ചെയ്യുക. ഒന്ന് ഓർത്തോ പൊസിഷൻ അല്ലെങ്കിൽ പാരാ പൊസിഷൻ. ഓർത്തോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ അടുത്തുള്ള പൊസിഷൻ. പാരാ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ നേർക്ക് ഓപ്പോസിറ്റുള്ള പൊസിഷൻ. റെഡി? അപ്പൊ ഈ ക്ലോറിൻ അല്ലെങ്കിൽ OH പറയുകയാണ്, ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ ഹാലജൻ ആണെങ്കിലോ അല്ലെങ്കിൽ OH ആണെങ്കിലോ അവൻ പറയുകയാണ്, ഒരു ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇതേപോലുള്ള ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ പറയുകയാണ്, നീ വരുന്നതൊക്കെ കൊള്ളാം, ബെൻസിൻ റിങ്ങിന്റെ തോന്നിയ കാർബണിലൊന്നും വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം നിനക്ക് 2 ചാൻസ് തരാം, 2 ഓപ്ഷൻ തരാം. ഒന്നുകിൽ നീ നേരെ വന്ന് എന്റെ കൂട്ടുകാരനായി എന്റെ അടുത്ത് നിൽക്കാം ഓർത്തോ പൊസിഷനിൽ, അതുമല്ലെങ്കിൽ എന്റെ എതിരാളിയായി എന്റെ എതിരെ നിൽക്കാം പാരാ പൊസിഷനിൽ. അങ്ങനെ 2 ഓപ്ഷൻസ് കൊടുക്കുകയാണ് ഇവിടെയുള്ള ഹാലജനും OH എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ. അപ്പോൾ എവിടേക്ക് വേറെ അറ്റാക്ക് ചെയ്യാം? ഓർത്തോ പൊസിഷനിൽ വന്ന് അറ്റാക്ക് ചെയ്യാം. ഓർത്തോ പൊസിഷനിൽ CH3 വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ CH3 വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ അതേപോലെ തന്നെ ബെൻസീൻ റിംഗ് ഈ അൺഹൈഡ്രസൈൽ 3 ക്ലോറിനെ തൽക്കാലത്തേക്ക് വാങ്ങി വെച്ചാൽ ഈ COCH3 എവിടെ വന്ന് അറ്റാക്ക് ചെയ്യും? ഓർത്തോയിൽ COCH3 വന്ന് അറ്റാക്ക് ചെയ്യും, അതല്ലെങ്കിൽ പാരയിൽ COCH3 വന്ന് അറ്റാക്ക് ചെയ്യും. പാരാ സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു പ്രൊഡക്റ്റ് ആണ്, നമുക്ക് മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും, അതാണ് സ്റ്റേബിൾ പ്രൊഡക്റ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നേരെ മറിച്ച് ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ CHO ആണെങ്കിലോ അല്ലെങ്കിൽ COH ആണെങ്കിലോ അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിലോ കാർബണൈൽ ഗ്രൂപ്പുകൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്റർ ആണ്. ബെൻസിൻ റിങ്ങിന് മുകളിൽ ഹാലജനുമല്ല OH-ഉമല്ല, നേരെ മറിച്ച് ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡൊക്കെ ആണെങ്കിൽ അവരൊക്കെ രാജാക്കന്മാരാണ്. ഈ കാർബണൈൽ ഗ്രൂപ്പുകളൊക്കെ രാജാക്കന്മാർക്കാണ്, അവരൊക്കെ പ്രയോറിറ്റി വളരെ കൂടുതൽ കൊടുക്കേണ്ട ആളുകളാണ്. അപ്പൊ ഈ ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ ഒരു ആൽഡിഹൈഡ് ആണെന്ന് വിചാരിക്കും. ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ ആൽഡിഹൈഡ് നിൽക്കവേ ഇങ്ങനെ ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അവനോട് പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? നേരത്തെ ക്ലോറിനും OH-ഉം പറഞ്ഞ പോലെയല്ല. അവൻ എന്റെ അടുത്ത് വന്ന് നിൽക്കാൻ പറയും. അവൻ പറയുകയാണ്, ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആൽഡിഹൈഡ് പറയുകയാണ്, അവന്മാർക്ക് രാജാക്കന്മാരാണല്ലോ, അതിനാൽ തന്നെ ഈ രാജാക്കന്മാർ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാളും അടുത്ത് നിൽക്കരുത്, ആരും ഓർത്തോ ഓപ്പോസിറ്റിൽ നിൽക്കരുത്. നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ആരും ഓപ്പോസിറ്റ് നിൽക്കരുത്, പാരാ പൊസിഷനിൽ ആരും നിൽക്കരുത്. പിന്നെ എങ്ങനെ നിൽക്കണം? അങ്ങോട്ട് സൈഡിലോട്ട് മാറി നിൽക്കണം, മെറ്റാ പൊസിഷനിലോട്ട്. ഈ ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ CHO പോലെയുള്ള ആൽഡിഹൈഡ് അഥവാ കാർബണൈൽ ഗ്രൂപ്പുകളാണെങ്കിൽ അടുത്ത് വന്ന് നിൽക്കാനൊന്നും അവന്മാർക്ക് ഒരു യോഗ്യതയില്ല. ഓപ്പോസിറ്റും അവന്മാർ നിൽക്കാൻ പാടില്ല. നേരെ അപ്പുറത്തെ സൈഡ് മാറി നിൽക്കണം. എവിടെ? മെറ്റാ പൊസിഷനിലോട്ട് മാറി നിൽക്കണം. അവരെന്താണ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഒന്ന് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു മക്കൾക്ക് എല്ലാവർക്കും. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ സെറ്റ് ആണ്. ഡോസ് പ്രോസസും കൂടി ഉണ്ട്, ഗംഭീരം. ഡോസ് പ്രോസസ് നോക്കണേ. ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ക്ലോറിനെ മാറ്റിയിട്ട് ഈ ക്ലോറിന്റെ അതേ സ്ഥാനത്ത് മറ്റൊരു സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള OH വന്നിരിക്കുകയാണ്. ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അറൈൽ ഹാലൈഡുകളിൽ. അപ്പൊ ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഹാലജൻ ഉണ്ടെങ്കിൽ ആ വീക്ക് ന്യൂക്ലിയോഫൈലിനെ മാറ്റിയിട്ട് ഈ OH-നെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് എന്ന് 4 പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് റെസണൻസ് എഫക്റ്റ് ആണ്, മറ്റൊന്ന് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഹാലജൻ ബോണ്ടാണ്, മറ്റൊന്ന് ഇൻസ്റ്റബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റൈൻ ആണ്, പിന്നെ ഇലക്ട്രോൺ റിച്ച് ബെൻസിൻ റിങ്ങും ഈ ഒരു ന്യൂക്ലിയോഫൈലും തമ്മിലുള്ള റിപ്പൽഷൻ. ഈ 4 കാരണങ്ങൾ കൊണ്ട് ഇവിടെയുള്ള ഈ ക്ലോറിൻ പോവാനും ഈ OH വന്ന് അറ്റാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 4 കാരണങ്ങളെയും ഓവർകം ചെയ്തുകൊണ്ട് ഈ OH ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെയുള്ള ഈ ക്ലോറിനെ മാറ്റിയിട്ട് ഈ OH വന്ന് നിൽക്കുന്നു. എങ്ങനെ വന്ന് നിൽക്കുന്നു? 623 കെൽവിൻ വരെ ചൂടാക്കി 300 ATM പ്രഷർ വരെ ഹീറ്റ് ചെയ്തിട്ട് അമ്മാതിരി ഒരു കണ്ടീഷനിലാണ് ഇവിടെ OH വന്ന് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ റിയാക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺവേർട്ട് ക്ലോറോബെൻസീൻ ഇൻ ടു ഫീനോൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഈ ഒരൊറ്റ റിയാക്ഷൻ ആണ്. ഇതേ കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കുക. എന്ത് ചേർക്കുന്നു? NaOH. സിമ്പിളി NaOH ചേർക്കുക. OH നമുക്ക് വേണ്ട NaOH ചേർക്കുക. 623 കെൽവിനിൽ 300 ATM പ്രഷറിൽ. ദെൻ ഹൈഡ്രോളിസ് നടത്തണമെങ്കിൽ മാത്രമേ OH ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചേക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേടാ? ഈ റിയാക്ഷൻ ക്ലിയർ അല്ലേ? ഇനി ആൽക്കഹോൾ, ഫീനോൾസ് ആൻഡ് ഈതർ എന്ന് പറയുന്നത് നെയിം റിയാക്ഷൻസ് കുറച്ചാണുള്ളത്. അതൊരു 4 ഉണ്ട്. ഏതൊക്കെയാണ്? റേമർ റിയാക്ഷൻ, കോൾസ് റിയാക്ഷൻ, വില്യംസ് സിൻസ് ഓഫ് ഈതർ, ക്യൂമിൻ പ്രോസസ്. ആദ്യം നമ്മൾ ക്യൂമിൻ പ്രോസസ് പറഞ്ഞില്ല എന്ന് വിചാരിക്കും. ക്യൂമിനും കൂടെ ഉണ്ട്. അതായത് ഫീനോളുകൾ വ്യാവസായികമായി ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. ഐസോപ്രോപ്പൈൽ ബെൻസിൻ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് നോക്കി റെഡിയാക്കി എടുക്കാം. റേമൺ റിയാക്ഷനും കോൾസ് റിയാക്ഷനും വില്യംസൺ സിൻസോറും ക്യൂമിൻ പ്രോസസും ഇത് രണ്ടും ഇതിൽ കോമ്പോയിട്ട് പഠിച്ചു വെക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ 2 ആളുകളും റേമൺ റിയാക്ഷനും കോൾസ് RK, റേമൺ റിയാക്ഷൻ, കോബ്സ് റിയാക്ഷൻ, ഈ 2 ഓർത്തു വെക്കാനുള്ള കാരണം എന്ന് അറിയാവോ? ഈ 2 ആളുകളും തന്നെ ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ OH വന്നാൽ എന്താണ് പറയുക? ഫീനോൾ എന്നല്ലേ പറയുക. ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ OH വന്നാൽ എന്താണ് പറയുക? ഫീനോൾ എന്നാണ് പറയുക അല്ലേ? ഒന്നും കൂടെ ഞാൻ വരയ്ക്കുന്നുണ്ട്. ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ OH വന്നാൽ അത് ഫീനോൾ.
ഈ ബെൻസീൻ റിങ്ങിന് തലയ്ക്കുമ്പോൾ OH നിൽക്കുകയാണെങ്കിൽ അവന്റെ തൊട്ടടുത്ത കാർബണിൽ CHO, അവന്റെ തൊട്ടടുത്ത കാർബണിൽ COOH. ഇങ്ങനെയുള്ള രണ്ടാളുകളെ പറയുന്ന പേര് സാലിസിൽ ആൽഡിഹൈഡും സാലിസിലിക് ആസിഡും. എന്താണ് ഇവന്റെ പേര്? ഫീനോളിന്റെ ഓർത്തോ ഓപ്പോസിഷൻ ആര് വരികയാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരികയാണ്. അപ്പോൾ ഇവനെന്ത് പറയാം? സാലിസിൽ ആൽഡിഹൈഡ്. സാലിസിൽ ആൽഡിഹൈഡ്. ആസിഡ് വന്നാലോ? സാലിസിലിക് ആസിഡ്. അപ്പൊ ഫീനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റാനുള്ള റിയാക്ഷൻ ആണ് റേമർ ടേമൻ റിയാക്ഷൻ. കോബ്സ് റിയാക്ഷൻ. കോബ്സ് ഇലക്ട്രോളിസ് അല്ല. കോബ്സ് ഇലക്ട്രോളിസ് എന്ന് പറഞ്ഞാൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് വാട്ടർ കൂടെ ചേർത്ത് കറണ്ട് കൊടുത്ത് ചോക്കടിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം. കോബ്സ് ഇലക്ട്രോളിസ് അല്ല, അത് കോബ്സ് റിയാക്ഷൻ. കോബ്സ് റിയാക്ഷൻ സാലിസിലിക് ആസിഡ് ഉണ്ടാക്കാനുള്ളതാണ്. സാലിസിൽ ആൽഡിഹൈഡ്, സാലിസിലിക് ആസിഡ്. മാറിപ്പോവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇത് സാലിസിൽ ആൽഡിഹൈഡ് ഉണ്ടാക്കാനും ഇത് സാലിസിലിക് ആസിഡ് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ. ഈ രണ്ട് റിയാക്ഷൻ ഒരുമിച്ച് പഠിച്ചിരിക്കണം. വില്യംസൺ സിന്തസിസ് ഓഫ് ഈതർ ആക്ച്വലി നമ്മൾ ഹാലോ ആൽക്കൻ ഹാലോ അറൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നോക്കാം. ക്യൂമിൻ പ്രോസസ് നമുക്ക് നോക്കാം. ഈ രണ്ട് റിയാക്ഷൻ നമുക്ക് നോക്കാം. റീമർ ടീമൺ റിയാക്ഷൻ എങ്ങനെ ഓർത്ത് വെക്കാം? റീമർ ടീമൺ റിയാക്ഷൻ എന്തിനുള്ളതാണ്? ഫീനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റാനുള്ള റിയാക്ഷൻ. ഫീനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റാനുള്ള റിയാക്ഷൻ. റീമർ ടീമൺ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട റിപ്പർ വാസു. റീമർ ടീമൺ റിയാക്ഷൻ റിപ്പർ വാസു. റിപ്പർ വാസു എന്താ ചെയ്യുക? ചുറ്റിക കൊണ്ട് കണ്ണിൽ കാണുന്ന ആളുകളുടെയൊക്കെ തലതല്ലി പൊട്ടിച്ച് കൊല്ലും. അങ്ങനെ ഉണ്ട് കേട്ടോ, ഒരാൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ? ന്യൂസിലൊക്കെ വളരെ വളരെ എന്താ പറയുക പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയെ കുറിച്ച് ഒരാളാണ്. റിപ്പർ വാസു. റീമർ ടീമൺ റിയാക്ഷൻ റിപ്പർ വാസു. ഈ റിപ്പർ വാസു എന്താ ചെയ്യാൻ അറിയും? റിപ്പർ വാസു ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പർ വാസു എന്ത്? റീമർ ടീമൺ റിയാക്ഷൻ റിപ്പർ വാസു. അപ്പൊ റിപ്പർ എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മ വരണം. റിപ്പർ എന്താ ചെയ്യുന്നത്? ചുറ്റിയും കൊണ്ട് കൊല്ലാൻ വരിക. ആളെ സ്വബോധത്തിലല്ല ചുറ്റിയും കൊണ്ട് ആളുകളെ അടിക്കാനായിട്ട് വരുന്നത്. എങ്ങനെയാ? ആൽക്കഹോളും കഴിച്ചിട്ടാ വരുന്നത്. പക്ഷെ ഇവൻ ഇവിടെ കഴിക്കുന്ന ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ അത് ഫീനോളാണ്. അപ്പൊ റീമർ ടീമൺ റിയാക്ഷൻ റിപ്പർ വാസു. റിപ്പർ ആൽക്കഹോൾ അടിച്ചിട്ട് വരുന്നത്. അവന്റെ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഫീനോളാണ്. ആ ഫീനോൾ മാത്രമല്ല ചുമ്മാ കയറി ആൾക്കാരെ ഇങ്ങനെ കൊല്ലാൻ പറ്റും. റിയേജന്റുകളൊക്കെ അറിയണ്ടേ? റിയേജന്റുകളൊക്കെ പഠിക്കണം. റിയേജന്റുകൾ പഠിക്കാനുള്ള ഐഡിയ പറഞ്ഞു തരട്ടെ. റിപ്പർ വാസു വന്നിട്ട് ഫിനോളും കുടിച്ചിട്ട് ആൾക്കാരെ ടെങ് പറഞ്ഞ് കൊല്ലണം. അല്ല, ഇവരെ ബോധം കെടുത്തണം. ബോധം കെടുത്താൻ വേണ്ടി ചേർക്കുന്നു CH3Cl ക്ലോറോഫോം. അപ്പൊ റിപ്പർ വാസു വരുന്നത് എങ്ങനെയാണ്? റിപ്പർ വാസു വരുന്നത് ഫിനോളും കുടിച്ചിട്ട് ക്ലോറോഫോം കൊണ്ടാണ് വരുന്നത്. ഈ റിപ്പർ വാസു ക്ലോറോഫോം കൊണ്ട് ഇത് ഇങ്ങനെ റിയാക്ഷൻ ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് സാലിസിൽ ആൽഡിഹൈഡ് ആണോ സാലിസിലിക് ആസിഡ് ആണോ? അയ്യോ, അത് മാറിപ്പോയല്ലോ ഈശ്വര എന്ന് തോന്നാം. ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് സാലിസിലിക് ആസിഡ് ആണോ സാലിസിൽ ആൽഡിഹൈഡ് ആണോ? ഈ റിപ്പർ വാസു എന്താ ചെയ്യുന്നത്? ഫിനോളും കൊണ്ടുവന്നിട്ട് ഈ ഒരു ക്ലോറോഫോം വെച്ചിട്ട് മണത്ത് മയക്കിയ ശേഷം ചുറ്റി കൊണ്ട് അടിക്കുന്നത് ആരെയാണ് അടിക്കുന്നത്? ഏതോ ഒരു ആളെയാണ് അടിക്കുന്നത്. ഏതോ ഒരു ആളെയാണ് അടിക്കുന്നത്. ആളിനെ ആൽഡിഹൈഡിനെ സാലിസിൽ ആൽഡിഹൈഡ് ആളിനെയാണ് അടിച്ചു കൊല്ലുന്നത്. ആൽഡിഹൈഡ് സാലിസിൽ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്നത്. സാലിസിലിക് ആസിഡ് അല്ല ഉണ്ടാക്കുന്നത്. റീമർ ടീമർ റിയാക്ഷൻ റിപ്പർ വാസു ഫീനോൾ കുടിച്ചിട്ട് മറ്റേ ക്ലോറോഫോം വെച്ച് മയക്കിയ ശേഷം കൂടെ ആളിനെ അടിച്ചു കൊള്ളുന്നു. സാലിസിൽ ആൽഡിഹൈഡ്. പിന്നെ ചേർക്കുന്ന റിയേജന്റുകൾ അക്വസ് NaOH, രണ്ടാമത് NaOH H+ ചേർക്കും. ഇത്രയും പറഞ്ഞില്ല. ഇത് നിങ്ങളൊന്നും പഠിച്ചേക്കടാ. പ്ലീസ്. അക്വസ് NaOH H+ കൂടെ ചേർന്നു. ഹൈഡ്രോൾസ് നടത്തിയാണ്. ഹൈഡ്രോൾസ് നടത്തി കിട്ടുന്നതാണ് എന്ത്? സാലിസിൽ ആൽഡിഹൈഡ്. റെഡി. ഇവന് ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? COH കിട്ടും. COOH. അതേപോലെ ഫീനോൾ എടുക്കുന്നു. കോബ്സ് റിയാക്ഷൻ ആണ്. റിപ്പർ വാസു റീമർ ടീമൺ റിയാക്ഷൻ കോബ്സ് ഇലക്ട്രോളിസിസ് RK ഓർത്ത് വെച്ചോ. ഇവരുടെ പേര് കോംബോ ഓർത്ത് വെച്ചോളൂ. ഫീനോളിനെ സാലിസിലിക് ആസിഡ് ആക്കി മാറ്റും. അപ്പൊ സാലിസിലിക് ആസിഡ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. അവിടെ ചേർത്ത് അതേ ഇവിടെ നമ്മൾ NaO ചേർത്തില്ലേ? സെയിം സാധനം ഇവിടെ നമ്മൾ ചേർക്കുന്നുണ്ട്. കഴിഞ്ഞു. NaO ചേർക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ എന്തുകൊണ്ട് വേണം? COOH വേണം. COOHന് വേണ്ട COO എന്ന് പറഞ്ഞാൽ CO2. അപ്പൊ നമ്മൾ CO2 കൂടെ ചേർക്കും. നോക്ക്, ഇവിടെ നമ്മൾ ചേർത്ത അതേ റിയേജന്റുകളല്ലേ നമ്മൾ ഇവിടെയും ചേർക്കുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മൾ എന്ത് ചേർത്തു? ഇവിടെ ക്ലോറോഫോം വേണ്ട. ക്ലോറോഫോമിന്റെ ആവശ്യമില്ല കേട്ടോ. അവിടെ ക്ലോറോഫോം അത് റിപ്പർ വാസുവിന്റെ ക്ലോറോഫോം ഉണ്ടാവുള്ളൂ. ഇവന്റെ ക്ലോറോഫോം ഉണ്ടാവില്ല കേട്ടോ. അവിടെ NaO ചേർക്കുന്നുണ്ട്, H+ ചേർക്കുന്നുണ്ട്, ക്ലോറോഫോം ചേർക്കുന്നുണ്ട്. സെയിം സാധനം. ഇവിടെ ക്ലോറോഫോം വേണ്ട, NaO ചേർക്കുന്നുണ്ട്, H+ ചേർക്കുന്നുണ്ട്. പിന്നെ ആര് ചേർക്കുന്നത്? നമ്മൾ ഇവിടെ നമുക്ക് CO2 വേണം. COOH ഉണ്ടാവാൻ എന്ത് വേണം? CO2 വേണം. CO2 ചേർക്കുന്നു. അപ്പൊ ഫീനോൾ ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഈ റിയാക്ഷൻ ക്ലിയർ അല്ലേ? റെഡിയാണ്? ഓക്കെ അല്ലേ? അത് വില്യംസൺ സിന്തസിസ് ഓഫ് ഈതർ എന്ന് പറഞ്ഞാല് ROR' ആണ്. R' ആറും സെയിം ആവാം, സെയിം അല്ലാതിരിക്കും. അതായത് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിന് ഇടയിൽ ഇവിടെ CH3 CH2 CH2 CH1 ആരോ
ഇവിടെ CH3 എന്ന് പറയുന്ന ആരോ, അതിനടിക്കുന്നുണ്ട് O, ഓക്സി ഗ്രൂപ്പ് വരുന്നത് O. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഈഥറുകൾ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ ശരിക്കും ഹാലോ ആൽക്കിൻ ഹാലോ ഓറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. റിയാക്ഷൻ കാണിച്ചു തരാം. നോക്കുക, RX ആൽക്കൈൽ ഹാലൈഡ് അല്ലേ, അതിലൂടെ നോക്കുന്ന RONA ചേർക്കുന്നു, സോഡിയം ആൽക്കോക്സൈഡ് ആണ്. എന്താണ് സോഡിയം ആൽക്കോക്സൈഡ്, ഇതിന്റെ പേര് എന്താണ് സോഡിയം ആൽക്കോക്സൈഡ്. ഇവിടെയുള്ള NaX കൂടെ പോയി, ശരിക്കും എന്താ സംഭവിക്കുന്ന അറിയാവോ, ഈ X മൈനസ് ഇവിടെ നിന്ന് പോയിട്ട് ഈ O മൈനസ് ഇവിടെ ഇത് Na പ്ലസും ഇത് O മൈനസുമാണ്, ഇത് X മൈനസ് ആണ്. അപ്പൊ ഈ X മൈനസ് ഇവിടെ നിന്ന് പോയിട്ട് O മൈനസ് ഇവിടെ വരുന്നു, O മൈനസ് ഇവിടെ വരുമ്പോൾ കൂടെ തന്നെ R വരും അല്ലെ. നായിക വെള്ളത്തോട് ചാടുമ്പോൾ ക്യാമറ വെള്ളത്തോട് ചാടണമല്ലോ. അപ്പൊ ഈ X മൈനസ് ഇവിടെ നിന്ന് പോകുമ്പോൾ O മൈനസ് ഇങ്ങോട്ട് വരും, കൂടെ തന്നെ ആരും വരും, R വരുന്നുണ്ടായിരിക്കും. അതായത് ആറിന്റെ കൂടെ ഉണ്ടായിരുന്ന X പോയി, പകരം ആര് വന്നു, O വന്നു. ഓന്റെ പിറകിൽ തന്നെ എന്തുണ്ട്, വേറൊരു ആറും കൂടെ ഉണ്ട്. റെഡി, ROR. ഇതിപ്പോ R ഡാഷ് ആണെങ്കിൽ ഇവിടെ R ഡാഷ്, അത്രയല്ലേ വലിയ സീനില്ല. ഒരു റിയാക്ഷൻ നമുക്ക് എഴുതാം. CH3 CH2 CH2 Cl. ഇവിടെ നിന്നുണ്ട് CH3 CH2 ONA. ഇതിൽ Na പ്ലസും O മൈനസ് ആണ്. ഇവിടെയുള്ള Cl മൈനസ് എന്ന് പറയുന്ന വീക്ക് ന്യൂക്ലിയോ ഫൈല് പോയിട്ട് O മൈനസ് എന്ന് പറയുന്ന ആൽക്കോക്സൈഡ് സ്ട്രോങ് ന്യൂക്ലിയോ ഫൈൽ ഇങ്ങോട്ടേക്ക് വരികയാണ്. പ്രോഡക്റ്റ് എന്തായിരിക്കും ഉണ്ടായിരിക്കുക, ഇതുവരെയുള്ള CH3 CH2 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഞാൻ എഴുതുന്നുണ്ട് CH3 CH2 CH2. അതിനുശേഷം എന്താണ് വരുന്നത്, O CH2 CH3. എങ്ങനെയാണ് O CH2 CH3. റെഡി, ഈഥൈൽ പ്രൊപ്പൈൽ ഈഥർ. എന്താണ് ഈഥൈൽ പ്രൊപ്പൈൽ ഈഥർ ആണിത്. റെഡി അല്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. ഇതൊക്കെ സിമ്പിൾ സാധനമല്ലേ. റെഡി, അടുത്തതാരാ, ക്യൂമിൻ പ്രോസസ്. ക്യൂമിൻ പ്രോസസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫീനോളുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വ്യാവസായികം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷൻ ആണ്. റെഡി, ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ CH3 CH എന്ന് പറയുന്ന ആളാണ്, ഐസോപ്രോപ്പൈലാണ്. ഇപ്പൊ തന്നിരിക്കുന്ന ഈ സാധനം ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. നമുക്ക് ഇവിടെ മാറ്റിട്ട് ആരെയാണ് കൊണ്ടുവരും, രണ്ട് സ്റ്റെപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഓക്സിജൻ ചേർക്കുക, ഓക്സിഡേഷൻ നടത്തുക, എയറിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തുക. പിന്നെ നമ്മൾ എന്ത് ചേർത്താലും മതി, ഡൈലൂട്ട് ആസിഡ് ചേർക്കുക, അതായത് എന്താണ് പറയുന്നത് ആസിഡിക് ഹൈഡ്രോളിസിസ് നടത്തുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതി പോകുന്നേ ഉള്ളൂ, ഫിനോൾ കിട്ടും. റെഡി, അപ്പൊ ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ CH3 CH3 ആണെന്ന് നോക്കുക. അപ്പൊ അവനെ മറ്റേ അവിടെ ആര് വരുന്നുണ്ടെങ്കിൽ OH വരുന്നുണ്ടായിരിക്കും. ആരെയൊക്കെ ചേർത്താല് ഓക്സിഡേഷൻ നടത്തിയാൽ പിന്നെ ഇവൻ എന്തായിട്ട് മാറും, അത് കീറ്റോൺ ആയിട്ട് മാറും. അത് പ്രൊപ്പനോൺ ആയിട്ട് മാറും. പ്രൊപ്പനോൺ കൂടെയാണ് കേട്ടോ, അത് നോക്കണേ നിങ്ങൾ. ബൈപ്പോട്ട് ഒന്ന് നോക്കി വെച്ചേക്കുക, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പൊ ക്യൂമിൻ പ്രോസസ് ഒന്നും ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ക്യൂമിൻ പ്രോസസ് ആണ്, അതൊരു എന്താ പറയുക നെയ്മഡ് റിയാക്ഷൻ അല്ല. എങ്കിലും ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. റെഡി, ഇത് ഉറപ്പായും എക്സാം ഇതുപോലെ തന്നെ ചോദിക്കാം. ക്യൂമിൻ പ്രോസസ് ചെയ്താൽ തന്നെ പറയാം, അല്ലെങ്കിൽ റിയേജന്റുകൾ എഴുതാനായിട്ട് പറയാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് തന്നെ പറയാം, അല്ലെങ്കിൽ റിയാക്ടൻസ് ഇടാം. ഇവിടെ ഏതെങ്കിലും ഒരു ഡാഷ് ചെയ്ത് തരികയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എഴുതുവാനുള്ള കഴിവുണ്ടായിരിക്കണം. എന്താ ചെയ്യുന്നത്, ബെൻസിൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ CH3 CH3 എന്ന് പറയുന്ന ഇവനെ ഓക്സിഡേഷൻ നടത്തുക, നടത്തുക. ഇവിടെയല്ലേ ഫിനോൾ കിട്ടി. ഇനിയാണ് നമ്മുടെ ഗംഭീരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ നെയിം റിയാക്ഷൻസ് പഠിക്കാനുള്ള ഒരുപാട് നെയിം റിയാക്ഷൻസ് ഉണ്ട്. ഒരുപാട് ട്രിക്സ് ഒക്കെ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വരിക സഹചരെ നോക്കൂ. ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ബമ്പനായിട്ടുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻസ് ഏതൊക്കെയാണ്, റോസൻമൺ റിഡക്ഷൻ, സ്റ്റീഫൻ റിയാക്ഷൻ, HR റിയാക്ഷൻ, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫ് ക്രിസ്റ്റൻ റിഡക്ഷൻ, ഹെൽവോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ അഥവാ HVZ റിയാക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ, ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാറോ റിയാക്ഷൻ, ഹാലോഫോം റിയാക്ഷൻ. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നോക്കുക, റോസൻമൺ റിഡക്ഷൻ, സ്റ്റീഫൻ റിയാക്ഷൻ, HR റിയാക്ഷൻ, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഈ 4 റിയാക്ഷനുകളും CHO എന്ന് പറയുന്ന ആൽഡിഹൈഡുകളെ ഉണ്ടാക്കാനുള്ള റിയാക്ഷനുകളാണ്. ആരിൽ നിന്നുണ്ടാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പേര് ഓർത്തു വെക്കാനും റിയേജന്റുകളെ ഓർത്തു വെക്കാനും പറ്റും. അപ്പോൾ ആദ്യത്തെ ഈ 4 റിയാക്ഷനുകൾ ആൽഡിഹൈഡുകളെ ഉണ്ടാക്കാനുള്ളതാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ് ക്രിസ്റ്റൻ റിഡക്ഷനും. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫ് ക്രിസ്റ്റൻ റിഡക്ഷൻ, ഇത് രണ്ടും റിഡക്ഷനുകളാണ്. അതായത് ആൽഡിഹൈഡ് ആയിക്കോട്ടെ കീറ്റോൺ ആയിക്കോട്ടെ അതിലെല്ലാം എന്തുണ്ട്, C ബോണ്ട് O ഉണ്ട്. കാർബണൈൽ ഗ്രൂപ്പ്, C ബോണ്ട് O. ഈ C ബോണ്ട് ഓയിലുള്ള ഓക്സിജനെ കളഞ്ഞിട്ട്, ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഓയിലുള്ള ഓക്സിജനെ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഹൈഡ്രജനും ഇവിടെ നിന്ന് ഇങ്ങനെ ഹൈഡ്രജനും, അതായത് ഒരു ഓക്സിജനെ കളഞ്ഞിട്ട് ആ ഭാഗത്ത് 2 ഹൈഡ്രജനെ വെച്ച് ഫില്ല് ചെയ്യുന്നതാണെന്ത്, CH2 എന്ന് പറയുന്ന ഇത്. അത് റിഡക്ഷൻ ആണ്. C ബോണ്ട് O എന്ന് പറയുന്ന കാർബണൈൽ ഗ്രൂപ്പിലുള്ള ഓക്സിജനെ കളഞ്ഞിട്ട് ഹൈഡ്രജനെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന റിഡക്ഷൻ ആണ് ക്ലെമൻസൺ റിഡക്ഷൻ.
ആ റിഡക്ഷനും ഓക്സിഡേഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററുകളുടെ ഓർഡർ ഇപ്പോൾ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കട്ടെ. നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററുകളുടെ ഓർഡർ എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു ഹൈഡ്രോ കാർബണുകൾ അല്ലേ? ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ. ആൽക്കീൻ, ആൽക്കീനുകളാണ് ഹൈഡ്രോ കാർബൺ. അതിനുശേഷം നമ്മൾ ഈ വർഷം പഠിക്കുന്നത് ഹാലോ ആൽക്കീനുകളാണ്. ഹാലോ ആൽക്കീൻ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുന്നില്ല, ഹാലോ ആൽക്കീനാണ്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ആൽക്കഹോളുകളാണ്. ആൽക്കഹോൾ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പഠിക്കുന്ന ആൽഡിഹൈഡും കീറ്റോണും കാർബോക്സിലിക് ആസിഡും അല്ലേ? ആൽഡിഹൈഡ് കീറ്റോൺ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്, ആൽഡിഹൈഡും കീറ്റോണും. ഇതിനകത്ത് കാർബോക്സിലിക് ആസിഡും. ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ഈ ഓർഡർ എന്തിന്റെ ഓർഡർ ആണെന്ന് അറിയാമോ? ഈ പഠിച്ചിരിക്കുന്ന ഈ ഓർഡർ എന്ന് പറയുന്നത് ഓക്സിഡേഷന്റെ ഓർഡർ ആണ്. ഹൈഡ്രോ കാർബണുകളെ ഓക്സിഡേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡോ കീറ്റോണോ കിട്ടും. അതിനെ ഓക്സിഡേഷൻ നടത്തിയാൽ കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പൊ മുന്നോട്ട് പോകുന്നത് ഓക്സിഡേഷൻ ആണെങ്കിൽ പിറകിലോട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ അത് റിഡക്ഷൻ ആണ്. ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? റിഡക്ഷൻ. ആൽഡിഹൈഡ് കീറ്റോണിനെ റിഡക്ഷൻ നടത്തിയാൽ ആൽക്കഹോൾ കിട്ടും. അവനെ റിഡക്ഷൻ നടത്തിയാൽ ഹൈഡ്രോ കാർബണുകൾ കിട്ടും. നോക്കണേ, മുന്നോട്ടുള്ളത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഇവിടുന്ന് ഓരോ സ്റ്റെപ്പ് അങ്ങോട്ടേക്ക് കടക്കാൻ വേണ്ടി നമുക്ക് ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് മതിയാവും. നേരെ മറിച്ച് ഇവിടെയുള്ള ആളെ നേരെ ഈ ആൽക്കഹോളിനെ നേരെ കാർബോക്സിലിക് ആസിഡാക്കി മാറ്റണം. എന്താണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ചേർക്കുക. ഓക്സിഡേഷൻ നടത്താൻ വേണ്ടി ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ സ്ട്രോങ് ഓക്സിഡേഷൻ ചേർക്കുക. അത് ആൽക്കലൈൻ KMnO4 K2Cr2O7 നമുക്ക് ചേർക്കാം, Na2Cr2O7 അങ്ങനെയുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ചേർക്കാം. റിഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് LiAlH4 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, അല്ലെങ്കിൽ NaBH4 സോഡിയം ബോറോ ഹൈഡ്രൈഡ്, കാറ്റലിറ്റിക് ഹൈഡ്രജനേഷൻ. ഇങ്ങനെയൊക്കെ നമുക്ക് റിഡക്ഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷന്റെ ഓർഡർ ആണ്. ബാക്കോട്ട് എന്താണ്? റിഡക്ഷന്റെ ഓർഡർ. രണ്ടു ഓർഡർ നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തി. കാരണം ഇപ്പൊ പറയാനുള്ള കാരണം എന്നറിയാവോ? അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ ആൽക്കഹോളാക്കി മാറ്റുകയല്ല, നേരെ മറിച്ച് ഹൈഡ്രോ കാർബണെ ആക്കി മാറ്റുകയാണ്. ആര്? വോൾഫ്കിഷൻ റിഡക്ഷനും ക്ലെമൻസൺ റിഡക്ഷനും. ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ നേരെ എന്താക്കി മാറ്റുന്നു? ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുന്നു. ഒന്നായിട്ട് റിഡക്ഷൻ നടത്തി ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിയേജന്റുകൾ ഏതൊക്കെയായിരിക്കണം? അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടും. ഓർത്ത് വെക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഹെൽഫോളാർഡ് ജെലൻസ്കി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡുകളുടെ കേസാണ്. COOH ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ ആയിരിക്കണം. ഹാവിങ് ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഏതാണ്? കാർബോക്സിലിക് ആസിഡ് ആയിരിക്കണം. ആൽഫ ഹൈഡ്രജൻ, ഒരു ആൽഫ ഹൈഡ്രജൻ എങ്കിലും അതിലുണ്ടായിരിക്കണം. അതേപോലെ ആൽഫ ഹൈഡ്രജൻ വേണ്ട ഒരു റിയാക്ഷൻ ആണ് ആൽഡോൾ കണ്ടൻസേഷൻ, ആലുമ. പക്ഷെ ഇത് ആൽഡിഹൈഡ് ആണ്. പേരിൽ തന്നെ ഉണ്ടല്ലോ ആൽഡിഹൈഡ്. CHO ആയിരിക്കണം. ഹാവിങ് ആൽഫ ഹൈഡ്രജൻ. റെഡി? ആൽഫ ഹൈഡ്രജൻ ഉള്ള കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ HBZ റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ് ആണെങ്കിൽ, ആൽഫ ഹൈഡ്രജൻ എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത ഈ കാർബൺ, അതാണ് ആൽഫ കാർബൺ. അവന്റെ കൂടെയുള്ള ഹൈഡ്രജനുകളാണ് ആൽഫ ഹൈഡ്രജനുകൾ. ഓക്കെ അല്ലേ? അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഇനി ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ, അതിലും എന്തായിരിക്കണം? ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡുകളാണ്. ഒരേ സെയിം ടൈപ്പ് ആൽഡിഹൈഡ് അല്ല, ഡിഫറെന്റ് ആൽഡിഹൈഡുകൾ. അതിൽ എന്തുണ്ടായിരിക്കണം? ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഹാവിങ് ആൽഫ ഹൈഡ്രജൻ. റെഡി? കാനിസാറോ റിയാക്ഷൻ, കങ്കാരുകുട്ടി. കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞ സെയിം സാധനം, പക്ഷെ ഇത് ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ആൽഡിഹൈഡ് തന്നെയാണ്, പക്ഷെ നോ ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ഏതൊക്കെ ഞാൻ സമയം പറഞ്ഞുതരാം. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് നടക്കുന്നതാണ് കാനിസാറോ റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആയിക്കോട്ടെ കീറ്റോൺ ആയിക്കോട്ടെ, അതിൽ എന്തുണ്ടായിരിക്കണം? CH3CO ഉണ്ടായിരിക്കണം. CH3CO ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡൗട്ട് വേണ്ട, COCH3 ഉണ്ടായിരിക്കണം. CH രണ്ടും ഒന്ന് തന്നെയാണ്. CH3CO ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ COCH3 ഉണ്ടായിരിക്കണം. അപ്പൊ COന്റെ കൂടെ CH3 ഉണ്ടായിരിക്കണം, COയുടെ കൂടെ CH3 ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഹാലോഫോം റിയാക്ഷൻ. ഹൈഡ്രോഫോം റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ്, അത് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഓരോ നമുക്ക് വേഗം പഠിച്ച് പോകാം. നോക്കണേ, റോസൻമൺ റിഡക്ഷൻ, സീഫൺ റിയാക്ഷൻ, എറ്റർ റിയാക്ഷൻ, ഗെറ്റമാൻ കോച്ച് റിയാക്ഷൻ, ഇതെല്ലാം തന്നെ ആൽഡിഹൈഡുകളെ ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ ആണ്. ആരിൽ നിന്ന് ഈ ആൽഡിഹൈഡുകളെ ഉണ്ടാക്കിയെടുക്കുന്നു നോക്കുക. റോസൻമൺ റിഡക്ഷൻ ഈ ചാപ്റ്റർ തന്നെ ആദ്യം പഠിക്കുന്ന റിയാക്ഷൻ ആണ് റോസൻമൺ റിഡക്ഷൻ. ആറിന്റെ കൂടെ COCl ഉണ്ടെങ്കിൽ, ആസിഡ് ക്ലോറൈഡുകൾ ഉണ്ടെങ്കിൽ, ഈ ക്ലോറിനെ മാറ്റി ഹൈഡ്രജനെ കൊണ്ടുവന്നാൽ CHO ആയി. എങ്ങനെ? R
സി ഡബിൾ ബോണ്ട് ഒ സി എൽ, ഇതാണല്ലോ ആർ സി ഒ സി എൽ. ഇവിടെയുള്ള ക്ലോറിനെ മാറ്റി ഹൈഡ്രജൻ വന്നു, ഇതെന്തായി ആർ സി എച്ച് ഒ ആയി. അപ്പൊ ഇവിടെ ക്ലോറിനെ മാറ്റി ഹൈഡ്രജനെ കൊണ്ടുവരിക എങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. അത് എന്ത് റിഡക്ഷൻ ആണ്? റോസൻമൺ റിഡക്ഷൻ ആണ്. ഹൈഡ്രജനെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാം? സിമ്പിളി ഹൈഡ്രജൻ ചേർക്കുക പലേഡിയത്തിന്റെ പ്രസൻസിൽ. പലേഡിയത്തിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ചേർക്കുക. പിന്നെ എന്ത് തേങ്ങാണ് സാർ? ബേരിയം സൾഫേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മക്കളെ നോക്കണേ, ഇവിടെയുള്ള ക്ലോറിനെ മാറ്റി ഹൈഡ്രജൻ കൊണ്ടുവന്നു, അപ്പൊ ആൽഡിഹൈഡായി ബെൻസാൽഡിഹൈഡായിട്ട് മാറി. അപ്പൊ നമ്മൾ വേണ്ടുമ്പോൾ ഹൈഡ്രജനെ കൊടുത്തുകൊണ്ടാണ് റിഡക്ഷൻ നടത്തുന്നത്. അപ്പൊ ഇവന് റിഡക്ഷൻ നടത്തിയാൽ ഇവിടെ ഹൈഡ്രജൻ വന്നു ബെൻസാൽഡിഹൈഡ്. അതുവരെ മതി. ഓവറായിന് റിഡക്ഷൻ നടത്തിയാൽ എന്ത് സംഭവിക്കും? ഓവറായിന് റിഡക്ഷൻ നടന്നാൽ ഇവിടെയുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആൽക്കഹോൾ ആയിട്ട് പിന്നെയും റിഡക്ഷൻ നടക്കുമല്ലേ? ആൽഡിഹൈഡ് ആൽക്കഹോൾ ആയിട്ട് പിന്നെയും റെഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഓവറായി റിഡക്ഷൻ നടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കുന്നതാണ് എന്ത്? കാറ്റലറ്റിക് പോയിസൺ ആണെന്ത്? BaSO4. ഇങ്ങനെ BaSO4 സപ്പോർട്ടിൽ പലേഡിയത്തിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ചേർത്തുകൊണ്ട് നടക്കുന്ന റിഡക്ഷൻ ആണ് റോസൻമൺ റിഡക്ഷൻ. ക്ലിയർ ആണോ? ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ COCl അല്ലെങ്കിൽ RCOCl. ക്ലോറിനെ മാറ്റി ഹൈഡ്രജനെ കൊണ്ടുവരണം, ആൽഡിഹൈഡ് ഉണ്ടാക്കണം. റിഡക്ഷൻ, റോസൻമൺ റിഡക്ഷൻ. ബേരിയം സൾഫേറ്റും കൂടെ ചേർത്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, അല്ലാതെ ചുമ്മാ കയറിയിട്ടൊരു കാര്യമില്ല. ഇത് റോസൻമൺ റിഡക്ഷൻ. അടുത്ത ഏതാണ് പറഞ്ഞത്? സ്റ്റീഫൻ റിഡക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണ്ടി ലൂസിഫർ. സ്റ്റീഫൻ റിയാക്ഷൻ, സ്റ്റീഫൻ നെടുമ്പള്ളി. സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ പണി നീയും ചെയ്യില്ല, സ്റ്റീഫനും ചെയ്യില്ല, നീയും ചെയ്യില്ല. ഏത് പണി? ഡ്രഗ്സ് മാഫിയ, ഡ്രഗ്സിന്റെ കടത്ത്, മയക്കുമരുന്ന്, വിഷപദാർത്ഥത്തിന്റെ ഒരു പണി നീയും ചെയ്യില്ല, ഞാനും ചെയ്യില്ല, നീയും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡയലോഗ് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ കിട്ടും. സ്റ്റീഫൻ റിയാക്ഷൻ, സ്റ്റീഫൻ നെടുമ്പള്ളി. ഈ പണി സ്റ്റീഫനും ചെയ്യില്ല, നീയും ചെയ്യില്ല. ഏതിന്റെ പണി? ഡ്രഗ്സിന്റെ പരിപാടി. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ വിഷം. വിഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് വിഷം? ഇവിടെ സൈനൈഡ്, പൊട്ടാസ്യം സൈനൈഡ് അല്ലേ? ഇത് സൈനൈഡ് അല്ലേ? പൊട്ടാസ്യം സൈനൈഡ് അല്ല, RCN നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എപ്പടി? RCN സൈനോ ഗ്രൂപ്പിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. RCN എന്ന് പറയുന്ന ഈ CN ആണ് എന്താക്കി മാറ്റുന്നത്? റിഡക്ഷൻ നടത്തിയിട്ട് ആൽഡിഹൈഡാക്കി മാറ്റുന്നത്. അത് ഈ സംഭവം നിങ്ങൾ എഴുതണമെന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാൻ വേണ്ടല്ലോ. ചേർക്കേണ്ട റിയേജനെ മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചേർക്കേണ്ട റിയേജനിൽ ഇവനെ മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. RCN എന്ന് പറയുന്ന സൈനോ ഗ്രൂപ്പ് ഇവരെന്താക്കി മാറുന്നു? RCHO ആക്കി മാറും. എങ്ങനെ? SnCl2HCl. ഹൈഡ്രോളിസ് നടത്തുക. ഇത്ര ഇതെഴുതിയാൽ മതി. അപ്പൊ റിയേജന്റ് ഓർക്കണം അല്ലേ? റിയേജന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാനസ് ക്ലോറൈഡ് ആണ്. ഇതിന്റെ പേരെന്താണ്? സ്റ്റാനസ് ക്ലോറൈഡ്. SnCl2. സ്റ്റാനസ് ക്ലോറൈഡ് വെച്ച് സീലും. സ്റ്റീഫൻ റിയാക്ഷൻ സ്റ്റാനസ് ക്ലോറൈഡ്. സ്റ്റീഫൻ സ്റ്റാനസ് കിട്ടിയോ? സ്റ്റീഫൻ റിയാക്ഷൻ സ്റ്റാനസ് ക്ലോറൈഡ്. സ്റ്റീഫൻ സ്റ്റാനസ്. ഈ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ പേരില്? സ്റ്റീഫൻ റിയാക്ഷൻ. ഇതൊക്കെ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളതാണ്. അപ്പൊ ആൽഡിഹൈഡിനെ ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ ആരിൽ നിന്ന് ആൽഡിഹൈഡിന് ഉണ്ടാക്കണം? സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി. സ്റ്റീഫൻ പറയുന്നുണ്ട് സ്റ്റീഫൻ ഈ പണിയും ചെയ്യില്ല, എന്നല്ല, ഈ പണി സ്റ്റീഫനും ചെയ്യില്ല, നീയും ചെയ്യില്ല. ഏത് പണി ചെയ്യില്ല? ഡ്രഗ്സിന്റെ ബിസിനസ് ഞാനും ചെയ്യില്ല, നീയും ചെയ്യില്ല. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ വിഷം. ഇവിടുത്തെ വിഷം എന്താണ്? RCN എന്ന് പറയുന്ന സൈനൈഡ് അല്ലേ? RCN. ഈ RCNൽ നിന്നാണ് ആൽഡിഹൈഡ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്ങനെ? റിയേജന്റ് ചേർക്കണം. ഏത് റിയേജന്റ്? സ്റ്റീഫൻ റിയാക്ഷൻ സ്റ്റാനസ് ക്ലോറൈഡ്. ഇപ്പൊ ലൈവൊക്കെ ആണെങ്കിൽ ഫയറിട്ട് തകർത്തേനെ നിങ്ങൾ അവിടെ. പക്ഷെ എനിക്കൊന്നും ഒന്നും കാണാറില്ല, റെക്കോർഡ് കണ്ടിട്ട് ഇരുന്നുകൊണ്ടേ. നിങ്ങളുടെ അഭിപ്രായം എല്ലാം താഴത്തെ കമന്റ് ബോക്സിലൂടെ ഞാൻ എല്ലാവരെയും കമന്റ് ഇരുന്ന് വായിക്കാം. ഒന്നും ഉടനെ കണ്ടിട്ട് സെൽഫിഷായിട്ട് നിങ്ങൾ കണ്ടിട്ട് പോകരുത്. നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. അതല്ല എനിക്ക് അടുത്ത ലൈവ് അല്ലെങ്കിൽ അടുത്ത വീഡിയോ കിട്ടാൻ ഒരു പ്രചോദനം ഉണ്ടായിരിക്കുക അല്ലേ? അല്ലെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും എത്തട്ടെ. വ്യൂ കൊണ്ടും കൂടുന്നു, ലൈക്ക് കൂടുന്നു, കമന്റ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതല്ലേ നിങ്ങൾ എനിക്ക് തരാനായിട്ട് പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റീഫൻ സ്റ്റാനസ് ക്ലോറൈഡ് മാത്രം പറയും. സ്റ്റാനസ് ക്ലോറൈഡ് HCl. ഒരു കാരണവശാലും എക്സാം സമയത്ത് മറന്നു പോകാനേ പാടില്ല നിങ്ങൾക്ക് ആർക്കും. കേട്ടോ? റെഡിയായ മക്കളെ? ഇനി അടുത്തത് എന്താണ്? ഇത് നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. സ്റ്റീഫൻ കഴിഞ്ഞാൽ അടുത്ത എന്താണ്? എറ്റാഡ് റിയാക്ഷൻ. എത്താത്ത ദൂരത്ത് എറ്റാഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത് ഈസിയാണ്. ഇത് വളരെ ഈസിയാണ്. എറ്റാഡ് റിയാക്ഷൻ ഈസിയാണ്. E4 എറ്റാഡ് റിയാക്ഷൻ. C4 ക്രോമൈൽ ക്ലോറൈഡ്. CrO2Cl2 ക്രോമൈൽ ക്ലോറൈഡ്. എന്താണ്? CrO2Cl2 ക്രോമൈൽ ക്ലോറൈഡ് ആണ്. ക്രോമൈൽ ക്ലോറൈഡ് ചേർക്കണം. അപ്പൊ ഇവിടെ ഒരു ക്രോമിയം കോംപ്ലക്സ് ഉണ്ടാകും. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, വേണമെങ്കിൽ അപ്പുറത്ത് എഴുതി തരാം നിങ്ങൾക്ക്. എറ്റാഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്ന CH3 എന്താക്കി മാറ്റണം?
CHO ആക്കി മാറ്റുന്നു. വെറുതെ ഇരിക്കുന്ന ബെൻസിന്റെ തലയ്ക്ക് മുകളിൽ എന്തുണ്ട്? CH3 ഉണ്ട്. ആ CH3യെ നമ്മൾ എന്താക്കി മാറ്റിക്കണം? വളരെ ഈസി ആയി ഈ CH3യെ CHO ആക്കി മാറ്റും. അപ്പൊ എറ്റാഡ് എന്ന് പറയുമ്പോൾ തന്നെ ആൽഡിഹൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് എന്നും ടൊളുവിനെയാണ് ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നത്, ബെൻസ് ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നുള്ള ഒരു കൺക്ലൂഷനോട് നിങ്ങൾ എത്തുക. അപ്പൊ ഇവിടെ കിടക്കുന്ന CH3 ഇങ്ങോട്ടാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഈ എറ്റാഡ് റിയാക്ഷൻ ക്രോമൈൽ ക്ലോറൈഡ്. ക്രോമൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CrO2Cl2 CS2ന്റെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. CS2ന്റെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഹൈഡ്രോളിസ് നടത്തണം. രണ്ടാം സ്റ്റെപ്പിൽ ഹൈഡ്രോളിസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഒരു ഫോം ഉണ്ടാവും പറഞ്ഞേ, ക്രോമിയം കോംപ്ലക്സ്. അത് വേണമെങ്കിൽ എഴുതി തരാം. അതായത് ഇവന്റെയും നടുക്ക് ഒരാൾ ഉണ്ടാവും. ആ ആളെ ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതി തരാം. റെഡി? ഇത് എഴുതാൻ കിട്ടാത്തവർ ഡയറക്റ്റായിട്ട് ഇത് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. എഴുതാൻ അറിയാവുന്നവർ ഇത് ഉറപ്പായി ഇതിന്റെ ഇടയിൽ എഴുതി വെക്കുക കേട്ടോ. അതായത് CrO2Cl2 CS2 കൂടെ ചേർത്താൽ നമുക്ക് ഈ കോംപ്ലക്സ് ആണ് കിട്ടുക. അതിന് ഹൈഡ്രോളിസ് നടത്തിയാലാണ് ഇത് കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് ഇവിടെ എന്തുണ്ട്? CH3 ആണുള്ളത്. ഈ CH3 എന്ന് പറയുന്നതിൽ 2 ഹൈഡ്രജൻ പോയിട്ടല്ല ആക്ച്വലി. ആ 2 ഹൈഡ്രജന്റെ ഭാഗത്തായിട്ട് ആര് വരുന്ന അറിയാവോ? ഈ ഭാഗത്തും OCrOHCl2 ഇവിടെയോ OCrOHCl2 ഇങ്ങനെ കണ്ടോ? OCrOHCl2 ഇതാണ് സാധനം, ക്രോമിയം കോംപ്ലക്സ്. ഇതാണ് ഇവിടെ ഉണ്ടാവുക. വേണമെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഇതിനിടയ്ക്ക് ഒന്ന് എഴുതി വെക്കുക. അല്ലാത്ത പക്ഷം ഇത് ഒരുമിച്ച് അങ്ങനെ എഴുതുകയേ വേണ്ടുള്ളൂ. എറ്റാഡ് റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ. എറ്റാഡ് റിയാക്ഷൻ ബെൻസിന്റെ തലയ്ക്ക് മുകളിൽ CH3 ഉണ്ട്. ആ CH3 എന്താക്കി മാറ്റുക? CHO ആക്കി മാറ്റുന്നതാണ്. ഇത് തൊട്ട് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. സ്റ്റീഫൻ റിയാക്ഷനിൽ നമ്മൾ സ്റ്റാനസ് ക്ലോറൈഡ് HCl ആണ് ചേർത്തത്. ആരിൽ? RCN എന്ന് പറയുന്നത്. ഈ RCN എന്ന് പറയുന്നത് സ്റ്റാനസ് ക്ലോറൈഡ് HCl കൂടെ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. ഇതേ RCN എന്ന് പറയുന്ന ഈ R എന്ന് പറയുന്ന CH3 CH2 എന്ന് പറയുന്ന ആളാണല്ലോ ഈ R എന്ന് പറയുന്നത്. ഈ R-ന് ഇടയിൽ എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ R-ന്റെ സ്ഥാനത്ത് ഇപ്പൊ ബ്ലൂ കളറിൽ വരിയിട്ട് ഈ R-ന്റെ സ്ഥാനത്ത് CH3 CH ഡബിൾ ബോണ്ട് CHCN ഇങ്ങനെയാണ് വിചാരിക്കും. ഇത്രയും ഭാഗമുള്ള R എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന R-ൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ഇവിടെ എഴുതിയിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഈ CN-നെ CHO ആക്കാൻ വേണ്ടി നിങ്ങൾ സ്റ്റാനസ് ക്ലോറൈഡും HCl-ഉം അല്ല ചേർക്കേണ്ടത്, മറിച്ച് ദിബാൽ H ആണ്. റെഡി? ദിബാൽ H ആണ്. അതായത് R എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സ്റ്റാനസ് ക്ലോറൈഡും HCl-ഉം ചേർത്താൽ ഇവിടെയുള്ള CN എന്ന് പറയുന്നതിനെ റെഡ്യൂസ് ചെയ്ത് ആൽഡിഹൈഡ് ആക്കി മാറ്റും. അതിനോടൊപ്പം തന്നെ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആക്കി മാറ്റും. അതായത് CH2 സിംഗിൾ ബോണ്ട് CH2 എന്ന് വരും. അപ്പൊ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന് ഒരു ദോഷവും വരാൻ പാടില്ല. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇതുപോലെ തന്നെ കിട്ടണം. ഈ ഡബിൾ ബോണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണം. ഈ CN-നെ മാത്രം സെലക്ട് ചെയ്ത് റിഡക്ഷൻ നടത്തണം എങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടത് ദിബാൽ H ആണ്. ക്ലിയർ? അത് ഈ ഭാഗത്തൊന്ന് ഞാനൊന്ന് കോട്ട് ചെയ്ത് പോയിക്കോട്ടെ. CH3 CH ഡബിൾ ബോണ്ട് CH ഇവിടെ എന്തായിട്ട് മാറി? CN എന്ന് പറഞ്ഞാൽ CHO ആയിട്ട് മാറി. അപ്പൊ ദിബാൽ H എപ്പോഴാണ് ചേർക്കേണ്ടത് എന്നുള്ളതിന്റെ വ്യക്തത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എടുക്കുന്ന RCN എന്ന് പറയുന്നതിൽ R-ൽ ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ. റെഡി? ഇനി ലാസ്റ്റ് ഏതാണ്? എറ്റാഡ് റിയാക്ഷൻ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഗംഭീരമാണ് ഈ റിയാക്ഷൻ. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം സാൻമേയേഴ്സ് റിയാക്ഷനും ഗെറ്റർമാൻ റിയാക്ഷനും അവിടെ നമ്മൾ പഠിച്ചു. ക്ലോറോബെൻസിനും ബ്രോമോബെൻസിനും ഉണ്ടാക്കാൻ പഠിച്ചിരുന്നില്ലേ? ഡൈസോണിയം സാൾട്ടിൽ നിന്ന് കോപ്പർ പൗഡർ, ഗൺമാൻ, ഗെറ്റർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഗെറ്റർമാൻ റിയാക്ഷനും ഗെറ്റർമാൻ കോച്ച് റിയാക്ഷനും ഗെറ്റർമാൻ ഗൺമാൻ എന്നൊക്കെ വലിച്ചു വരെ എഴുതാൻ നിൽക്കട്ടെ. തെറ്റാൻ പാടില്ല. ഒരു മാർക്ക് പോലും നമുക്ക് ഇവിടെ പോകാൻ പാടില്ല. ഗെറ്റർമാൻ റിയാക്ഷൻ അല്ല, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ആണ്. എന്താണ്? ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഈ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. കോച്ചിൽ നോക്കിക്കേ, OH അല്ലേ? OCH ഉണ്ട്. അതായത് CHO അല്ലേ? നോക്ക്, 3 സ്പെല്ലിംഗ് ഏതൊക്കെയാണ്? C-യും H-ഉം O-യും ഉണ്ട്. CHO ആൽഡിഹൈഡ് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ ആണ്. പേരിൽ നിന്ന് കിട്ടിയോ? ആൽഡിഹൈഡ് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ ആണ് CHO. ആരിൽ ആൽഡിഹൈഡ് ഉണ്ടാക്കണം? ചുമ്മാ ഇരിക്കുന്ന ബെൻസീനിൽ. ബെൻസിൻ ഡ്രിങ്ക് നോക്കൂ. ബെൻസിൻ ഡ്രിങ്കിന്റെ തലയ്ക്ക് ചുറ്റും ആരുമില്ല. ഒരാളും ഇല്ലാതെ ഒരു വില വെക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ബെൻസിൻ ഡ്രിങ്ക്. ഒരു പണിയും എടുക്കാതിരിക്കുന്ന ഈ ബെൻസിൻ ഡ്രിങ്കിനെ അതിന് തലയ്ക്ക് മുകളിൽ രാജാവായിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ കൊണ്ട് വെക്കണം. ഫുട്ബോൾ രാജാവാകാൻ പോവുകയാണ്. വെറുതെ ഇരിക്കുന്ന ഈ ബെൻസിൻ റിങ് ഫുട്ബോളിന്റെ രാജാവാകാൻ പോവുകയാണ്. രാജാവണം എന്നുണ്ടെങ്കിൽ അവന് നല്ല കോച്ചിങ് കിട്ടണം, അല്ലേ? കോച്ചിങ് കിട്ടണം. ആ കോച്ചിങ് കൊടുക്കുന്നത് ആരാ? ഗെറ്റർമാൻ കോച്ച്. ഏതാണ് ആ കോച്ച്? ഗെറ്റർമാൻ കോച്ച്. എന്തായാലേ ട്രിക്ക്, എങ്ങനെയൊക്കെയല്ലേ? പോടാ.
ഞാൻ എന്നോട് തന്നെ പറഞ്ഞ ഗെറ്റർമാൻ കോച്ച്. അപ്പൊ ഈ കോച്ചാണ് വെറുതെ ഇരിക്കുന്ന ബെൻസീനെ നല്ല ട്രെയിനിങ് കൊടുത്ത് ഫുട്ബോളിന്റെ രാജാവാക്കി മാറ്റുന്നത്. കോച്ച് എങ്ങനെ ഈ കോച്ചിങ് കൊടുത്തു? അവിടെ ഉപയോഗിക്കേണ്ട റിയേജന്റുകൾ ഏതൊക്കെയാണ്? അതും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഉണ്ട്. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ, കോച്ച് COHCL, 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 COHCL. റെഡിയല്ലേ? COHCL, COHCL. അൺഹൈഡ്രസ് ClCl3 അല്ലെങ്കിൽ CuCl അത് നിങ്ങൾ ചേർക്കില്ലേ? അത് ഞാൻ വേണ്ടല്ലോ, കാരണം അതിന് വേറെ ട്രിക്കൊന്നും എനിക്ക് കിട്ടിയില്ല. അതും പറഞ്ഞ ഒറ്റ ഇടി അടിക്കും. ഇത്രയും പറഞ്ഞിരുന്നില്ല, അതിൽ തന്നെ പഠിക്കാൻ നോക്ക്. അപ്പൊ റിയാജുകൾ കംപ്ലീറ്റ് ചെയ്തണം കേട്ടോ. വെറുതെ ഇരിക്കുന്ന ബെൻസിന്റെ ഫുട്ബോളിന്റെ രാജാവാക്കി മാറ്റുകയാണ് കോച്ച്. CHO ഉണ്ട്. അപ്പൊ ബെൻസിൻ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ കിരീടം വെക്കുകയാണ്. CHO എന്ന് പറഞ്ഞ കിരീടം വെച്ച് രാജാവാക്കാൻ പോവുകയാണ്. ആരാണത്? ഗെറ്റർമാൻ കോച്ചാണ്. കോച്ച് എന്ത് ചെയ്യുന്നു? കോച്ചിങ് കൊടുക്കുന്നു. എങ്ങനെ? CHO അല്ലേ? COHCL കൊടുത്തുകൊണ്ട്. റെഡിയല്ലേ? അപ്പൊ റിയാക്ഷൻ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഒരു കാരണവശാലും ഇന്ന് മറന്നു പോകില്ലല്ലോ. ഇനി രണ്ട് റിയാക്ഷനുകൾ ഏതാണ്? ക്ലെമൻസൺ റിഡക്ഷനും വോൾഫിഷൻ റിഡക്ഷനും. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫിഷൻ റിഡക്ഷൻ ഒരുമിച്ച് പഠിക്കാം. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫിഷൻ റിഡക്ഷൻ, കൃഷ്ണൻ വോൾഫിഷൻ റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫിഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കാം. അപ്പൊ ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫിഷൻ റിഡക്ഷൻ രണ്ടും ഒരേ സാധനമാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു? C+O യുള്ള ആൽഡിഹൈഡിനെയോ കീറ്റോണിനെയോ ഇവിടെയുള്ള ഡബിൾ ബോണ്ട് O മാറ്റി എന്ത് ചെയ്യുന്നു? രണ്ട് ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുക്കുന്നു. റെഡി? രണ്ട് ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുക്കുന്നു. ഇതാണ് എന്ത്? ആ റിയാക്ഷനുകൾ. അപ്പൊ ഇവിടെയുള്ള ഓനെ മാറ്റി ഹൈഡ്രജൻ കൊടുത്തുകൊണ്ട് റിഡക്ഷൻ നടത്തുകയാണ്. രണ്ട് രീതിക്ക് നമുക്ക് ഈ റിഡക്ഷൻ നടത്താം. ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിക്ക് റിഡക്ഷൻ നടത്താം. ഒന്ന് സിങ്ക് അമാൽഗം ചേർത്തുകൊണ്ട് ZnHg, സിങ്ക് അമാൽഗവും കോൺസെൻട്രേറ്റഡ് HCl കൂടെ ചേർത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ C+O എന്ന് പറയുന്നതിനെ മാറ്റി CH2 ആക്കി മാറ്റാം. അതുമല്ലെങ്കിൽ വേറെ മെത്തേഡ് വഴി, അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രസീൻ ചേർക്കുക. ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ NH2 ആണ് ഹൈഡ്രസീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ പ്രസൻസിൽ KOH ചേർക്കുക. KOH എത്തിലീൻ ഗ്ലൈക്കോളിന്റെ പ്രസൻസിൽ എന്ത് ഹീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഹൈഡ്രജൻ ചേർത്തുകൊണ്ട് പിന്നെ KOH എത്തിലീൻ ഗ്ലൈക്കോളും കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരു മെത്തേഡാണ്. അത് ക്ലെമൻസൺ റിഡക്ഷൻ. ഇത് വോൾഫിഷൻ റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫിഷൻ റിഡക്ഷൻ സെയിം സാധനമാണ്. നമ്മൾ ചേർക്കേണ്ട റിയേജന്റുകൾ ക്ലെമൻസൺ അമാൽഗം, സിങ്ക് അമാൽഗമാണിത്. സിങ്ക് മെർക്കുറി, അതാണ് സിങ്ക് മെർക്കുറി കൂടി അമാൽഗമാണ്. ഇത് സിങ്ക് അമാൽഗമാണ്. ക്ലെമൻസൺ അമാൽഗം എന്ന് പറഞ്ഞവനെ ഓർത്ത് വയ്ക്കാം. അപ്പൊ ക്ലെമൻസൺ റിഡക്ഷനും വോൾഫിഷൻ റിഡക്ഷനും എങ്ങനെയുള്ളതാണ്? C+O ഉള്ളതിനെ CH2 ആക്കി മാറ്റുന്നു. C+O ഉള്ളതിനെ CH2 ആക്കി മാറ്റുന്നു. റെഡിയല്ലേ? ഈ സംഭവങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇവിടെ ചേർക്കേണ്ട റിയേജന്റുകൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇവരിങ്ങനെ എഴുതാം. ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റെപ്പാക്കി എഴുതാം. ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയ പോലെ ഇതും കൂടെ ഒരുമിച്ച് അങ്ങനെ എഴുതിയ പോലെ. അപ്പൊ ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫിഷൻ റിഡക്ഷൻ നോക്കി വെച്ചേക്കുക. രണ്ടും ഒരേ റിയാക്ഷനുകളാണ്. റിയേജന്റുകൾ മാത്രമേ അവിടെ മാറുന്നുള്ളൂ. അടുത്ത പിടിച്ചോ, ഹെൽവോൾഹാർഡ്-സെലൻസ്കി റിയാക്ഷൻ. പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭീകരത തോന്നുമെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള ജുജുബി സാധനമാണ് ഹെൽവോൾഹാർഡ്-സെലൻസ്കി റിയാക്ഷൻ, HBZ റിയാക്ഷൻ. ഒന്ന് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കണം. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH എന്ന് പറഞ്ഞ കാർബോക്സിലിക് ആസിഡ് ആയിരിക്കണം. അതിന് തൊട്ടടുത്ത കാർബൺ ഉണ്ടാവണം. ആ കാർബണിൽ ഹൈഡ്രജൻ വേണം. അത്രയേ ഉള്ളൂ. തൊട്ടടുത്ത കാർബണിനെ പറയുന്ന പേര് ആൽഫ കാർബൺ. കാർബണിൽ എന്ത് വേണം? ആൽഫ ഹൈഡ്രജൻ വേണം. അത്രയേ ഉള്ളൂ. ആൽഫ ഹൈഡ്രജനുള്ള കാർബോക്സിലിക് ആസിഡ് ആയിരിക്കണം. എന്ത് ചെയ്താൽ മതി? റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ഹാലൈഡ് ചേർക്കുക. ബ്രോമിനെയോ ക്ലോറിനെയോ ചേർക്കുക. റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ക്ലോറിനെയോ ബ്രോമിനെയോ ചേർക്കുക. നേരെ ഇവിടെയുള്ള ഒരു ആൽഫ ഹൈഡ്രജൻ പോയിട്ട് ഈ ഹാലജൻ ഇവിടെ വരും. അത്രയേ ഉള്ളൂ. ആൽഫ ഹൈഡ്രജൻ മാറ്റിയിട്ട് എന്ത് വരും? ഇവിടെയുള്ള ഈ ഹാലജൻ വരും. ഈ ഹാലജൻ വരും. കണ്ടോ? ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഇവിടെ ആര് വന്നു? X എന്ന് പറയുന്നവൻ വന്നു. ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡാണ് സാധനം. ഇത്രയേ ഉള്ളൂ HBZ റിയാക്ഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഒന്നുകിൽ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഏതിലേക്കാണ് HBZ റിയാക്ഷൻ നടക്കാത്തത് എന്ന് ചോദിക്കും. HBZ റിയാക്ഷൻ നടക്കാതിരിക്കാൻ കാരണം എന്തായിരിക്കും? അവിടെ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവില്ല. അത് ഏതൊക്കെയാന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ? അത് ആർക്ക് പറഞ്ഞു നോക്കണേ. COOH എന്ന് പറയുന്ന കാർബോക്സിലിക് ആസിഡ് നേരത്തെ ഒരു കാർബണിലോട്ട് കണക്ട് ആയി. ഇത് ആൽഫ കാർബൺ. പക്ഷെ ഇതില് ഈ ആൽഫ കാർബണിന്റെ അപ്പുറത്തൊരു CH3, ഇപ്പുറത്തൊരു CH3 നോക്കണേ. ഇത് ആൽഫയാണെങ്കിൽ പോലും ഇവിടെ ആൽഫ കാർബൺ ഉണ്ട്, പക്ഷെ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല.
അതുകൊണ്ട് ഇതിൽ ഈ റിയാക്ഷൻ നടക്കില്ല. മനസ്സിലായോ? ആൽഫ കാർബൺ ഉണ്ട്, പക്ഷെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇതിൽ HBZ റിയാക്ഷൻ നടക്കില്ല. അഥവാ ഇവിടെ ഒരു ഹൈഡ്രജൻ എങ്കിലും ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടെയുള്ള ഹാലജൻ വന്നേനെ, ക്ലോറിനോ ബ്രോമിനോ വന്നേനെ, അത്രയേ ഉള്ളൂ. ഇനി അതുമല്ല, COOH ഇതാണല്ലോ കാർബോക്സിലിക് ആസിഡ്. ഈ കാർബോക്സിലിക് ആസിഡ് നേരെ കണക്ട് ആയത് വേറൊരു ഹൈഡ്രജൻ ആണ്. ഇവിടെ ആൽഫ കാർബണേ ഇല്ല, അവിടെ പിന്നെ ഏത് ആൽഫ ഹൈഡ്രജൻ? ഇവിടെ ആൽഫ കാർബണേ ഇല്ല, പിന്നെ എന്താ അവിടെ ആൽഫ ഹൈഡ്രജൻ? അപ്പോൾ ഇത് നടക്കില്ല. മനസ്സിലായി? ഇനി വേറൊരാൾ കാണിച്ചു തരാം. ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാല് 6 കാർബണുകൾ ഉണ്ട്. 6 കാർബണുകളിലും ഓരോരോ ഹൈഡ്രജനുകളുണ്ട്. അപ്പൊ C6H6 ആണ് ഇവൻ. ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ. അപ്പൊ മുകളിലുള്ള കാർബണിന്റെ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ആര് വന്നു? COOH വന്നു അല്ലെ? ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് COOH വന്നു. ഇവനിൽ നടക്കുമോ? ഇവനിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ നോക്കിക്കേ. ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത ഈ കാർബൺ അല്ലേ ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ഈ COOH അവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ഇതിലും എന്ത് നടക്കില്ല? HBZ റിയാക്ഷൻ നടക്കില്ല. റെഡി? HBZ റിയാക്ഷൻ നടക്കില്ല. ഇതേപോലെ തന്നെ ഈ കാർബോക്സിലിക് ആസിഡിന്റെ സ്ഥാനത്ത് CHO ആണെങ്കിലോ, HCHO ആണെങ്കിലോ, ബെൻസീൻ റിങ്ങിന് മുകളിൽ CHO ആണെങ്കിലോ, ഇതൊക്കെയാണ് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിന് എക്സാമ്പിൾ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിൽ കാനിസാറോ റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ. അൾഡോൾ കണ്ടൻസേഷനും ക്രോസ് അൾഡോൾ കണ്ടൻസേഷനും നടക്കില്ല. അടുത്തതും കൂടെ പറഞ്ഞുതരാം. റെഡി? അപ്പൊ ഇതിലൊന്നും നടക്കില്ല. HBZ റിയാക്ഷൻ നടക്കില്ല. കിട്ടിയോ? ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതിലാണ്? ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡിൽ. ആൽഫ ഹൈഡ്രജൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്ത കാർബൺ ആണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിന്റെ കൂടെയുള്ള ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. ഇങ്ങനെ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡുകളിലെ ഒന്നിന് പിറകെ ഒന്നായിട്ട് കണക്ട് ആവുന്നു. അതിനെയാണ് അൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുക. അതൊരു വാട്ടർ മോളിക്യൂളും കൂടെ എലിമിനേറ്റ് ആയാൽ അൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയും. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയതിന് മുൻപുള്ളതിനെ ആൽഡോൾ പ്രൊഡക്റ്റ് എന്ന് പറയും. എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നുള്ളത് എന്ന് നോക്കുക. ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ് ആണെങ്കിൽ അവിടെ ഡൈല്യൂട്ട് ആൽക്കലിയാ നിങ്ങൾ ചേർക്കേണ്ടത്. എന്താണ് ചേർക്കേണ്ടത്? ഡൈല്യൂട്ട് ആൽക്കലി ചേർക്കണം. ഇനിയിപ്പോ ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഉള്ളതിൽ അല്ലെ, ആൽഫ ഹൈഡ്രജൻ ഉള്ളതിലാണെങ്കിൽ ഡൈല്യൂട്ട് NaOH ചേർക്കേണ്ടത്. ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിലോ അവിടെ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാ ചേർക്കേണ്ടത്. അത് കാനിസാറോ റിയാക്ഷൻ ആണ്. ഇനി നിങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ട റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷനും കാനിസാറോ റിയാക്ഷനുമാണ്. HBZ റിയാക്ഷൻ കഴിഞ്ഞ് ഇത് നമ്മൾ പറയാൻ പോകുന്നത് നേരത്തുള്ളൊരു എന്താ പറയുക, ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടത്തിലാണ് ഞാൻ. അപ്പൊ കുറച്ച് പരിമിതി ഉണ്ടായിരിക്കും, എങ്കിൽ പോലും വേഗം ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ക്ലിയർ ആയിട്ട് മാക്സിമം പറഞ്ഞു തരാൻ നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എന്നാണ് പറയുക. ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കണം. ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഉണ്ടോ? ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അത് എങ്ങനെയാണ് നോക്കുക? ഒന്നിന് പിറകെ ഒന്നായിട്ട് കണക്ട് ആവണം. അതായത് ഇങ്ങനെയുള്ള 2 CH3CHOകൾ, ഒരു CH3CHOന് പുറകെ മറ്റൊരു CH3CHO ഇങ്ങനെ കണക്ട് ആവുകയാണ്. എങ്ങനെ കണക്ട് ആവുന്നു? വളരെ ഈസി ആയിട്ട് അത് എങ്ങനെ എഴുതാം നോക്കിക്കോളൂ. ആദ്യത്തെ ആൽഡിഹൈഡിനെ CH3CHO എന്ന് പറയുന്ന ആദ്യത്തെ ആൽഡിഹൈഡില് C∪OH എന്ന് നിങ്ങൾ എഴുതണം. അതായത് ആദ്യം എഴുതുന്ന ആൽഡിഹൈഡ്, ഇതിന് പിറകിലാണ് മറ്റൊരു ആൽഡിഹൈഡ് വന്ന് കണക്ട് ആവുക. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതുന്ന ആൽഡിഹൈഡിൽ C∪O എന്ന് എഴുതണം. രണ്ടാമത് എഴുതുന്ന ആൽഡിഹൈഡിൽ ആൽഫ കാർബൺ ആദ്യം എഴുതണം. ഇതിൽ ഏതാണ് ആൽഫ കാർബൺ? ഇവനല്ലേ ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിനെ ആദ്യം എടുത്തെഴുതുക. CH3CHO ഇങ്ങനെ എടുത്തെഴുതി. റെഡി? എങ്ങനെയാണ്? ആദ്യം എഴുതുന്ന ആൽഡിഹൈഡിൽ C∪O എടുത്തെഴുതുക. രണ്ടാമത് C∪O എടുത്ത് എഴുതണ്ട. പക്ഷെ രണ്ടാമത് അല്ലെങ്കിൽ എഴുതണം, രണ്ടാമതിൽ ആൽഫ കാർബൺ ആദ്യം വരുന്നത് പോലെ എഴുതണം. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാവോ? ഇവിടെയുള്ള ഈ ആൽഫ ഹൈഡ്രജൻ ഇല്ലേ, ഈ ആൽഫ ഹൈഡ്രജൻ ഓക്സിജൻ അടുത്തോട്ട് പോകും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങും. അതായത് ഇവിടെ ഒരു ബോണ്ട് വരികയും ഇവിടെ ഒരു ബോണ്ട് വരികയും ഈ ഹൈഡ്രജൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക നോക്കിക്കോളൂ. ഇവിടെ ഉണ്ടാകുന്നത് CH3CH, മുകളിൽ എന്ത് വരും? മുകളിൽ H വരും അല്ലേ? അപ്പോൾ ഈ ബോണ്ട് പോയി. അപ്പൊ മുകളിൽ എന്തായി? OH ആയി. ഇവിടുത്തെ ഒരു ഹൈഡ്രജനാണ് അങ്ങോട്ട് പോയത്, അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? CH2 ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് റിയാക്ഷൻ ആയിട്ട് എഴുതാം, വെറുതെ ഇവിടെ തന്നെ ഇരുന്നിട്ട് പിശുക്ക് കാണിക്കേണ്ടതാണ്. ഇത് രണ്ടും കൂടെ ചേർത്താൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ആദ്യത്തെ CH3 ഞാൻ എഴുതുന്നു. CH3 ഞാൻ എഴുതി. അതിനുശേഷം CH എഴുതി.
മുകളിൽ O മാത്രമേ ഉള്ളൂ. അപ്പൊ സിംഗിൾ ബോണ്ട് O, ഇവിടുത്തെ ഹൈഡ്രജൻ അങ്ങോട്ടേക്ക് പോയി, അപ്പോൾ അവിടെ OH. അതിനാണ് ആൽഫ ഹൈഡ്രജൻ വേണമെന്ന് പറഞ്ഞത്. ഈ ആൽഫ ഹൈഡ്രജൻ അങ്ങോട്ടേക്ക് ചാടുന്നത്, അപ്പൊ അതുകൊണ്ടാണ് ആൽഫ ഹൈഡ്രജൻ വേണമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ചാടി സിംഗിൾ ബോണ്ട് OH ആയി. റെഡി. ഇനി ഇവിടുത്തെ ഹൈഡ്രജൻ അങ്ങോട്ട് പോയില്ലേ, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങും. അതായത് സിംഗിൾ ബോണ്ട് ഇവിടെ വരും. അതിനുശേഷം ഇവിടെ ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോയാൽ ബാക്കിയുള്ളത് CH2 CHO, CH2 CHO. അതായത് ഇവന്റെ കയ്യിലുള്ള ഒരു ആൽഫ ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുത്തിട്ട് ഇവർ തമ്മിൽ കണക്ട് ആവുകയാണ്. ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുത്ത് ഇവർ തമ്മിൽ കണക്ട് ആയി, അത്രയേ ഉള്ളൂ. ഇതാണ് ആൽഡോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. റെഡി. ഇതാണ് ആൽഡോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ആൽഫ കാർബൺ, ബീറ്റ കാർബൺ, ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണ് ഇത് കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് എങ്ങനെ അറിയാം? ഇതൊന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോകണം. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് പോകുന്ന പറഞ്ഞാൽ HOH പോകണം അല്ലേ, HOH പോകണം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള OH നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ആൽഫ ഹൈഡ്രജൻ ഇല്ലേ, നോക്കുന്നത് ആൽഫ ഹൈഡ്രജൻ, ഇതിലൊരു ഹൈഡ്രജൻ കൂടെ പോകും. അപ്പൊ ഇതിലെ Hഉം ഇതിലെ OH കൂടെ പോയി, ഇതിലെ Hഉം ഇതിലെ OH കൂടെ പോയാൽ ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. ഇതിലെ OHഉം പോയി, ഇതിലെ Hഉം പോയി, ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. അപ്പൊ പ്രൊഡക്റ്റ് എങ്ങനെയാണ്? CH3 CH, അവന്റെ കയ്യിലുള്ള OH പോയി, അപ്പുറത്ത് ആരാണുള്ളത്? CH2 ആയിരുന്നു, അതിലൊരു ഹൈഡ്രജൻ പോയി, ബാക്കി CH. അപ്പൊ ഇടയ്ക്ക് എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. അവസാനം CHO. ഇതിനെ വളരെ ഈസി ആയിട്ട് എഴുതാനുള്ള ഐഡിയ കൂടെ പറഞ്ഞുതരാം. ഇതാണ് മൊത്തം പരിപാടി. ഇതിൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. എത്ര സിമ്പിൾ ആക്കാൻ പറ്റും അത്ര സിമ്പിൾ ആക്കി നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എത്തിക്കാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് CH3 CHO എന്നും CH3 CHO എന്നും. അപ്പോൾ ഇതിനകത്ത് നിന്ന് മൊത്തം പോയിരിക്കുന്ന നോക്കിയ CH3 CH ഡബിൾ ബോണ്ട് CHO എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ അവസാനത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാം. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഇതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ആൽഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് കിട്ടുക. ഇനി ഇതിൽ നിന്ന് എങ്ങനെ വളരെ ഈസി ആയിട്ട് പ്രൊഡക്റ്റ് എഴുതാം നോക്കിയേ. ഇതിൽ നിന്ന് എങ്ങനെ വളരെ ഈസി ആയിട്ട് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? ആദ്യം തന്നിരിക്കുന്ന ആൽഡിഹൈഡിന് CH3 CHO എന്ന് എഴുതുമ്പോൾ C ഡബിൾ ബോണ്ട് O എന്ന് എടുത്ത് എഴുതുക. രണ്ടാമത് എഴുതുന്ന ആൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ എടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിലുള്ള ഓക്സിജനെ കളയുക, ഇവന്റെ രണ്ട് ആൽഫ ഹൈഡ്രജനെ കളയുക. H2O അല്ലേ പോയത്, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും അല്ലേ പോയത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഓക്സിജനും പോയി, ഇവിടുത്തെ രണ്ട് ഹൈഡ്രജനും പോയി. അങ്ങനെയാണെങ്കിൽ എന്താണ് വരിക? ഓക്സിജൻ പോയി, ഭും. ഇവിടുത്തെ രണ്ട് ഹൈഡ്രജൻ പോയാൽ ബാക്കി ഒരു CH ഉള്ളൂ, ഭും. ഇടയ്ക്ക് എന്തിട്ട് കൊടുക്കുക? ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. നോക്കൂ, ഇതല്ലേ അത്. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എഴുതാം. ആൽഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് ഡൗട്ട് അല്ലേ? ഇപ്പൊ തീർന്നു തരാം. CH3 CH2 CHO എന്ന് പറയുന്ന മെത്തി പ്രൊപ്പനാളിത്. അപ്പൊ രണ്ട് പ്രൊപ്പനാളാണ്, ഒരേപോലുള്ള രണ്ടാളുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഡൈല്യൂട്ട് ആൽക്കലി ചേർത്തിരിക്കുന്നു. ഇങ്ങനെ ഡൈല്യൂട്ട് ആൽക്കലി ചേർത്താൽ ഒരാൾക്ക് പിറകെ ഒരാൾ കണക്ട് ആവണം. ഈ തന്നിരിക്കുന്ന പ്രൊപ്പനാളിന് പിറകെ വീണ്ടും ഒരു പ്രൊപ്പനാള് കണക്ട് ആവണം. അതെങ്ങനെ എഴുതാം? ഇത് ആദ്യം ഉള്ള പ്രൊപ്പനാൾ ഞാൻ എടുത്ത് എഴുതുന്നു. എങ്ങനെയാണ്? CH3 CH2 CHO. ഈ എഴുതേണ്ട CHO എങ്ങനെയാണ് എഴുതണം പറഞ്ഞത്? C ഡബിൾ ബോണ്ട് OH എന്നല്ലേ ഞാൻ എഴുതാൻ പറഞ്ഞത്. CH3 CH2 CHO എന്ന ആദ്യത്തെ ആൽഡിഹൈഡ് C ഡബിൾ ബോണ്ട് O എന്ന് എഴുതുക. രണ്ടാമതും നമ്മൾ എന്താണ് ഇതിന് പിറകെ ആരെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്? പ്രൊപ്പനാളിനെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. പ്രൊപ്പനാൾ തന്നെ കണക്ട് ആവുള്ളൂ. അവിടെ പ്രൊപ്പനാൾ മാത്രമേ ഉള്ളൂ, അതിനകത്ത് പ്രൊപ്പനാൾ മാത്രമേ കണക്ട് ആവുക. അപ്പൊ ഇവന്റെ പിറകെ ഇവൻ തന്നെ കണക്ട് ആകുമ്പോൾ അടുത്തത് എങ്ങനെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ആൽഫ കാർബണിനെ ആദ്യം എഴുതാനാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ആരാണ് ആൽഫ കാർബൺ? ഇതല്ലേ ആൽഫ കാർബൺ. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇതാണ് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ആൽഫ കാർബണിനെ ആദ്യം എഴുതുക, CH2നെ ആദ്യം എഴുതുക. അതിനപ്പുറത്ത് ആരാണുള്ളത്? CHO ഉള്ളത്. അപ്പൊ CH2 എഴുതി, CHO എഴുതി. സാർ അപ്പൊ ഈ CH3 എഴുതണ്ടേ? വേണം. അതിനെ താഴത്തോട്ടോ മുകളിലോട്ടോട്ടോ എഴുതുക, ഇങ്ങനെ വളച്ചെഴുതുക. CH3 CH2 CHO അല്ലേ? CH3 CH2 CHO. ഇനി എങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് എഴുതാൻ പറഞ്ഞത്? ഇവന്റെ കയ്യിൽ നിന്ന് ഓക്സിജനെയും കളയുക, ഇവന്റെ കയ്യിൽ നിന്ന് ഓക്സിജനെ കളയുക, ഇവന്റെ കയ്യിൽ നിന്ന് രണ്ട് ഹൈഡ്രനെയും കളയുക, ഇവന്റെ ഓക്സിജനെയും കളയുക, ഇവന്റെ രണ്ട് ഹൈഡ്രനെയും കളയുക. എങ്ങനെ ഇതാ പോകുന്നു നോക്കിയോ? ഓക്സിജൻ പോയി, ഭും. ഇവിടുത്തെ രണ്ട് ഹൈഡ്രൻ പോയി, ഭും. ഇടയിൽ എന്ത് കൊടുത്തു? ഡബിൾ ബോണ്ട് കൊടുത്തു. പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. റെഡി. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കിട്ടിയോ? അപ്പോൾ ഒരേപോലുള്ള ആളുകൾ പിറകിൽ കണക്ട് ആവുന്നതാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ചേർന്നാണ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ CH3 CHO എന്ന് പറയുന്ന എഥനാളും CH3 CH2 CHO എന്ന് പറയുന്ന പ്രൊപ്പനാളും ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുകയാണ്. അതിൽ ഡൈല്യൂട്ട് NaO ചേർത്തിരിക്കുകയാണ്. ഡൈല്യൂട്ട് ആൽക്കലി ചേർത്തിരിക്കുകയാണ്.
അപ്പോൾ ഇവർ എങ്ങനെയൊക്കെ തമ്മിൽ കണക്ട് ആവും സാർ? CH3 CHOന്റെ പിറകിൽ CH3 CHO ആണ്. അതായത് എഥനാളിന് പിറകെ പ്രൊപ്പനാൾ കണക്ട് ആവും സാർ, അല്ലേ? അത് മാത്രമാണ് അവിടെ ഉണ്ടാവുക? അല്ല, എഥനാളിന് പിറകെ പ്രൊപ്പനാള് കണക്ട് ആവാം, പ്രൊപ്പനാളിന് പിറകെ എഥനാള് കണക്ട് ആവാം. രണ്ടും ഒന്നല്ലേ സാർ? രണ്ടും ഒന്നല്ല, വേറെ വേറെ പ്രൊഡക്റ്റ് ആണ്. അതിന് പുറമെ എഥനാളിന് പിറകെ എഥനാള് തന്നെ കണക്ട് ആവാം, പ്രൊപ്പനാളിന് പിറകെ പ്രൊപ്പനാള് തന്നെ കണക്ട് ആവാം. കാരണം ഇവരെല്ലാവരും ഒരേ കണ്ടെയ്നറിനകത്താണ്. ഒരു കണ്ടെയ്നറിൽ ഇവരെല്ലാവരും ഞാൻ ഇട്ട് വെച്ചിരിക്കുക, പ്രൊപ്പനാളും എഥനാളും കൂടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ ഞാൻ ഡൈല്യൂട്ട് NaO ചേർത്താൽ ഇവർ രണ്ടുപേരും മാത്രമേ കണക്ട് ആവാൻ പാടൂ എന്ന് നിർബന്ധം നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. എഥനാളിന് പിറകെ പ്രൊപ്പനാള് കണക്ട് ആവാം, പ്രൊപ്പനാളിന് പിറകെ എഥനാള് കണക്ട് ആവാം, പ്രൊപ്പനാളും കൂടെ കണക്ട് ആവാം, എഥനാളും കൂടെ കണക്ട് ആവാം. 4 പ്രൊഡക്റ്റ് അവിടെ കിട്ടും. ഇതാണ് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എഴുതാം. വേഗത്തിൽ എഴുതി പോവാം. നോക്കണേ നിങ്ങൾ, ഇതിന് 1 എന്നും ഇതിന് 2 എന്നും ഞാൻ പേര് കൊടുക്കുന്നു പറയാൻ ഈസിനെസിന് വേണ്ടിയിട്ട്. ഇത് 1 എന്ന് കൊടുക്കുന്നു, 1 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 1ന് പിറകെ 2 കണക്ട് ആയത് എങ്ങനെ ഉണ്ടായിരിക്കും? അതെങ്ങനെ എഴുതുന്നത്? 1ന് പിറകെ 2 കണക്ട് എങ്ങനെ എഴുതുക? 1 എന്ന് പറഞ്ഞാൽ CH3 CHO. അപ്പോൾ ആദ്യം എഴുതേണ്ട ആളെ എങ്ങനെയാണ് എഴുതേണ്ടത്? CH3 CHO എന്ന് പറഞ്ഞാൽ O ഡബിൾ ബോണ്ട്. എങ്ങനെയല്ല എഴുതുക? ഇനി രണ്ടാമത് ഇവനെയല്ലേ ഞാൻ എഴുതേണ്ടത്? രണ്ടാമത് ഇവനെ എഴുതുമ്പോൾ അതിൽ ആൽഫാ ഹൈഡ്രജനിൽ ആൽഫാ കാർബണല്ലേ ആദ്യം എഴുതാൻ പറഞ്ഞത്? ഇവനെ ഞാൻ ആദ്യം എഴുതുന്നു, CH2 CHO. താഴത്തോട്ട് ഈ CH3 എഴുതും. റെഡി? അപ്പൊ ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എങ്ങനെയാണ്? ഇതിന്ന് ഓക്സിജനും പോയി, ഇതിന്റെ 2 ഹൈഡ്രജനും പോയി. ഓക്സിജൻ പോകുന്ന നോക്കിയോ, ബും, ഓക്സിജനും പോയി. ഇത് 2 ഹൈഡ്രജൻ പോയി നോക്കിയോ, ബും, 2 ഹൈഡ്രജൻ പോയിതാ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവരെ ഡബിൾ ബോണ്ട് ഇട്ട് കണക്ട് ചെയ്യുക. അത്രയല്ലേ ഉള്ളൂ. ഡബിൾ ബോണ്ട് ഇട്ട് കണക്ട് ചെയ്ത്. റെഡി? ഇപ്പോൾ നമ്മൾ എഴുതി വെച്ച പ്രോഡക്റ്റ് ആണത്. ഇത് ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്തപ്പോഴാണ്? 1ന് പിറകെ 2 കണക്ട് ആയപ്പോൾ കിട്ടിയത്. 1+2 എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുകയാണ്, നിങ്ങൾ എഴുതണ്ട. അപ്പൊ 1ന് പിറകെ 2 കണക്ട് ആയപ്പോൾ കിട്ടിയതാണ് ഇത്. ഇനി 2ന് പിറകെ 1 കണക്ട് ആയാൽ എങ്ങനെയാണ്? 2ന് പിറകെ 1 കണക്ട് ആവുക എന്ന് പറഞ്ഞാൽ ആദ്യം 2 അല്ലേ? CH3 പ്രൊപ്പനാൾ ആദ്യം എഴുതാം, CH3 CH2 CHO. ഇങ്ങനെയല്ലേ CHO എഴുതാൻ പറഞ്ഞു? രണ്ടാമത് പിറകിൽ കണക്ട് ആവുന്നത് ആരാണ്? എഥനാളാണ്. അപ്പൊ ഇതിന്റെ ആൽഫാ കാർബണാണ് ആദ്യം എഴുതേണ്ടത്. CH3 ആദ്യം എഴുതുന്നു, ദെൻ CHO എഴുതുന്നു, എഥനാൾ എഴുതി. റെഡി? ആരൊക്കെ തമ്മിലാ പോവുക? ഇതിലെ ഒരു ഓക്സിജൻ പോകും, ഇതിലെ 2 ഹൈഡ്രജനും പോകും. 3 ഹൈഡ്രജൻ ഉണ്ട്, അതിൽ 2 ഹൈഡ്രജൻ പോകണം. അപ്പൊ ഇവിടെ നിന്ന് ഓക്സിജൻ പോയി, ബും, ഓക്സിജൻ പോയി. ഇവിടുത്തെ 2 ഹൈഡ്രജൻ പോയി, ബും. ഇടയ്ക്ക് എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. കണ്ടോ? ഇതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ആരൊക്കെ തമ്മിൽ കണക്ട് ആയതാണ്? 2ന് പിറകെ 1 കണക്ട് ആയതാണ്. 1ന് പിറകെ 2 കണക്ട് ആയ 2ന് പിറകെ 1 കണക്ട് ആയാൽ വേറെ വേറെ പ്രോഡക്റ്റിലേക്ക് കിട്ടുക, വേറെ വേറെ പ്രോഡക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി 1ന് പിറകെ 1 തന്നെ കണക്ട് ആയാലോ? അങ്ങനെ സംഭവിക്കാമല്ലോ. 1ന് പിറകെ 1 കണക്ട് ആവുക എന്ന് പറഞ്ഞാൽ CH3 CHOന് പിറകിൽ CH3 CHO തന്നെ. എഥനാളിന് പിറകിൽ എഥനാൾ തന്നെ കണക്ട് ആവുന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് O എന്ന് ആദ്യം എഴുതി. ശേഷം രണ്ടാമത് ആൽഫാ കാർബൺ ആദ്യം എഴുതി, CH3 CHO. ഇതിൽ ആരൊക്കെ തമ്മിലെ പോകുന്നുണ്ടായിരിക്കുക? ഇതിൽ ഓക്സിജൻ പോകുന്നു, ഇവിടുത്തെ 2 ഹൈഡ്രജൻ പോകുന്നു. ഇടയ്ക്ക് എന്ത് വരും? അവർക്കിടയിൽ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും, അല്ലേ? അവർക്കിടയിൽ ഡബിൾ ബോണ്ട് വന്നു. അങ്ങനെ അവർ തമ്മിൽ ചേർത്ത് എഴുതി. കഴിഞ്ഞോ? ഇത് ആരൊക്കെ തമ്മിൽ കണക്ട് ആവുന്നതാണ്? ഇത് 1ന് പിറകെ 1 കണക്ട് ആവുന്നതാണ്. ഇനി 2ന് പിറകെ 2 കണക്ട് ആയാൽ പ്രൊപ്പനാളിന് പിറകെ പ്രൊപ്പനാൾ തന്നെ കണക്ട് ആയാലും കൊണ്ടായിരിക്കും. പ്രൊപ്പനാൾ എന്ന് പറഞ്ഞാൽ CH3 CH2 CHO. അഥവാ CHO എങ്ങനെ എഴുതുക? C ഡബിൾ ബോണ്ട് OH. ഇങ്ങനെയല്ലേ എഴുതുക. ഇനി ഇവന്റെ പിറകിൽ ആര് കണക്ട് ആവണം? പ്രൊപ്പനാൾ തന്നെ കണക്ട് ആവാം. പ്രൊപ്പനാളിൽ ആൽഫാ കാർബൺ ആദ്യം എഴുതേണ്ടത്, CH2 CHO ആദ്യം എഴുതി. താഴെ എഴുതുക CH3. ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇതിലെ ഓക്സിജനും ഇതിലെ 2 ഹൈഡ്രജൻ പോയാൽ എങ്ങനെയാണ്? ഇതിൽ ഓക്സിജൻ പോയി, ഇതിൽ 2 ഹൈഡ്രജൻ പോയി. ഇടയ്ക്ക് എന്ത് വന്നു? അവർ തമ്മിൽ ചേർത്ത് എഴുതി. സംഭവം കഴിഞ്ഞു. റെഡി? ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഇതാരൊക്കെ തമ്മിൽ ചേർന്നുണ്ടാകുന്നു? ഇത് 2ന് പിറകെ 2 അല്ലെ? 2ന് പിറകെ 2. ഇത് ഇപ്പൊ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്. എങ്ങനെ വളരെ ഈസി ആയിട്ട് വേഗത്തിൽ ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എഴുതാം എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. നോക്കുക, ആൽഫാ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡിൽ ഡൈല്യൂട്ട് ആൽക്കലി ചേർക്കുമ്പോൾ അവർ പിറകിൽ കണക്ട് ആയിട്ട് ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടും. ഇനി അതിൽ ആൽഫാ ഹൈഡ്രജൻ ഇല്ല എന്ന് വിചാരിക്കുക, ആൽഡിഹൈഡ് ആണ്, ആൽഫാ ഹൈഡ്രജൻ ഇല്ല എന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങൾ അതിൽ ചേർക്കേണ്ടത് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ്. അതാണ് കാനിസാറോ റിയാക്ഷൻ. അതാണ് ഒരുമിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. ആൽഫാ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഡൈല്യൂട്ട് ആൽക്കലി മതി. അപ്പൊ അവർ പരസ്പരം കണക്ട് ആയിട്ട് ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടും. ഇനി ആൽഫാ ഹൈഡ്രജൻ ഇല്ലെങ്കിലോ കോൺസെൻട്രേറ്റഡ് ആൽക്കലി ചേർക്കണം. അപ്പൊ എന്താ സംഭവിക്കാൻ അറിയാവോ? പരസ്പരം കണക്ട് ആവുകയില്ല. 2 പേർക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം. 2 പേരെ ഒന്നിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ 2 പേര് വേറെ ആളായിട്ട് മാറും. ഇപ്പൊ ഇവനിപ്പോ റെമോ ആണെന്ന് വിചാരിക്കും.
ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും റെമോ ആണെന്ന് വിചാരിക്കും. ഇവൻ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആൽക്കലി ചേർത്ത രണ്ടാൾക്കാരെ മാറും, അമ്പിയായിട്ട് മാറും, അന്യനായിട്ട് മാറും, അമ്പിയായിട്ട് മാറും, അന്യനായിട്ട് മാറും. അതായത് ഈ ആൽഡിഹൈഡിന് ഓക്സിഡേഷനും സംഭവിക്കും, റിഡക്ഷനും സംഭവിക്കും. ഈ ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിക്കും, റിഡക്ഷൻ സംഭവിക്കും. ഓക്സിഡേഷൻ നടന്നാൽ എന്താ കിട്ടുക? ചിന്തിക്കേ, ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടത്താൽ കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡിന് റിഡക്ഷൻ നടത്തിയാൽ എന്താണ് കിട്ടുക? ആൽഡിഹൈഡിന് റിഡക്ഷൻ നടത്തിയാൽ എന്താണ് കിട്ടുക? ആൽക്കഹോൾ. അത്രയും കാർബണുള്ള ആൽക്കഹോൾ. നോക്കണേ, ഇത് ഒരൊറ്റ കാർബണുള്ള ആൽഡിഹൈഡാണ്. ഈ ഒരൊറ്റ കാർബണുള്ള ആൽഡിഹൈഡ്, പക്ഷെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഹാവിങ് നോ ആൽഫ ഹൈഡ്രജൻ കേട്ടോ, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത്. അപ്പൊ ഇവന് ഒരൊറ്റ കാർബണുള്ള ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ അവന് റിഡക്ഷൻ നടത്തിയാൽ ആൽക്കഹോൾ കിട്ടണം. ഒരൊറ്റ കാർബണുള്ള ആൽക്കഹോൾ CH3OH, ഇതാണ് ഒറ്റ കാർബണുള്ള ആൽക്കഹോൾ. ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. ഇനി അടുത്തത്, ഇവന് ഓക്സിഡേഷൻ നടത്തിയാൽ ഒരൊറ്റ കാർബണുള്ള കാർബോക്സിലിക് ആസിഡ്. ഒരൊറ്റ കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ഏതാണ്? HCOOH ആണ്. ഇത് കാർബോക്സിലിക് ആസിഡും ഇത് ആൽക്കലിയുമാണ്. അവർ തമ്മിൽ ചേർന്നുകൊണ്ട് സാൾട്ടാണ് നമുക്ക് അവിടെ കിട്ടുക. COOH അല്ല, മറിച്ച് ഇവിടെ NaOH ചേർത്തുകൊണ്ട് COONA ആണ് നമുക്ക് അവിടെ കിട്ടുക. ബെൻസാൾഡിഹൈഡ് ഉണ്ട്. ബെൻസാൾഡിഹൈഡ് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് ആണ്. ഈ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡിൽ കോൺസെൻട്രേറ്റഡ് KOH ആൽക്കലി ചേർക്കുന്നു. ഇവന് റിഡക്ഷൻ നടന്നിട്ട് ഇത്രയും കാർബണുള്ള ആൽക്കഹോൾ ഉണ്ടാകും. ഓക്സിഡേഷൻ നടന്നിട്ട് ഇത്രയും കാർബണുള്ള കാർബോക്സിലിക് ആസിഡും ഉണ്ടാകും. റെഡി? അപ്പൊ ഇവന് റിഡക്ഷൻ നടന്നാൽ എന്താണ് കിട്ടുക? റിഡക്ഷൻ നടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ COOH എന്ന് പറയുന്നത് ഇത്രയും, ഇവിടെ പലരും എഴുതും ഇങ്ങനെ OH എഴുതി വെക്കും. CHO എന്ന് പറയുന്നത് റിഡക്ഷൻ നടന്ന ആൽക്കഹോളായി OH ആയി മാറി. തെറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാർബൺ ഉള്ള ആളാണ് വേണ്ടത്. ഇത്രയും കാർബൺ ഉള്ള ആൽക്കഹോളാണ് വേണ്ടത്. അതായത് ബെൻസീൻ റിംഗിൽ 6 കാർബൺ ഉണ്ട്, അതിന്റെ വെളിയിൽ 1 കാർബൺ ഉണ്ട്, ടോട്ടലായിട്ട് 7 കാർബൺ ഉണ്ട്. 7 കാർബൺ ഉള്ള ആൽക്കഹോളാണ് വേണ്ടത്. OH അല്ല ഇവിടെ എഴുതുക, മറിച്ച് എന്താണ്? CH2OH എന്നാണ് നമ്മൾ ഇവിടെ എഴുതുക. ഇവിടെ CH2OH എന്നാണ് എഴുതേണ്ടത്. ഇതിന് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇവിടെ COOH ആണ്. ഇവിടെ നമ്മൾ KOH കൂടെ ഉള്ളത് കൊണ്ട് COOH അല്ല കിട്ടുക, മറിച്ച് COOK എന്നാണ് കിട്ടുക. കിട്ടിയോ? 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 ക്യാൻസർ റിയാക്ഷൻ കിട്ടിയോ കങ്കാരുകുട്ടി? റെഡി? സമയപരിമിതിയാണ് എന്നെ കുറച്ചും കൂടെ ടെൻഷനിലാക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അവസാന സമയത്ത് കുറച്ചും കൂടെ ഞാൻ ആദ്യത്തെ ജോലി കാണിക്കാത്തത്. സമയപരിമിതി ഉണ്ട്. കാരണം ഇത് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വേറൊരു ലൈവ് വീഡിയോ കയറേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഞാൻ വേഗം ഇറങ്ങി കൊടുക്കേണ്ടതുണ്ട്. ആ പരിമിതി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ. ഹാലോഫോം റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? ഹാലോഫോം റിയാക്ഷൻ ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ഹാലോഫോം റിയാക്ഷൻ ഏതിലാണ് നടക്കുക? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു CH3CO അല്ലെങ്കിൽ CO CH3 ഉണ്ടായിരിക്കണം. നോക്കൂ, ഇതിൽ CH3CO ഉണ്ട്, CH3CO ഉണ്ട്. എങ്കിൽ നമ്മൾ സോഡിയം ഹൈപ്പോ ഹാലൈഡ് ചേർക്കുന്നു. സോഡിയം ഹൈപ്പോ ഹാലൈഡ് ചേർക്കുന്നു. ഈ ONA ഇവിടെ വന്ന് കണക്ട് ആവും. ഈ CH3യും CL കൂടെ ചേർന്ന് ക്ലോറോഫോം ആണ് ഉണ്ടാവുക. CH3Cl അല്ല ഉണ്ടാവുക. ശ്രദ്ധിക്കുക, CH3Cl അല്ല ഉണ്ടാവുക, CHCl3 ആണ് ഉണ്ടാവുക. CHCl3 ക്ലോറോഫോം അല്ലെങ്കിൽ ജനറലി ഹാലോഫോം ആണ് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. CH3COCH3 പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈനിലോട്ട് NaOI ചേർക്കുന്നു. സോഡിയം ഹൈപ്പോ അയഡേറ്റ് ചേർക്കുകയാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈ ONA നേരെ ഇവിടെ വന്ന് കണക്ട് ആവും. അപ്പൊ CH3COONA ആവും. പ്രൊഡക്റ്റ് എന്താണ്? CH3COONA നമുക്ക് ഇവിടെ ഉണ്ടാവും. പ്ലസ് ഈ CH3 കൂടെ ചേർന്ന് നമുക്ക് ഹാലോഫോം ആണ് കിട്ടുക. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ അല്ല നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പ്രൊഡക്റ്റ് നമ്മൾ എഴുതി വെക്കുന്നു. അവിടെ കിട്ടുന്നത് CH3 ആണ്. അയഡോഫോം ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അയഡോഫോം ആണ് കിട്ടുക. ഞാൻ 1-2 ആളുകളെ കാണിച്ചു തരാം. നോക്കണം, നിങ്ങൾ ഇവിടെ പറയുന്ന അനുസരിച്ച് CH3 CH2 CO CH2 CH3 ഇതിൽ ഹാലോഫോം റിയാക്ഷൻ നടക്കൂ എന്ന് വേഗം പറഞ്ഞു. ഇതിൽ ഹാലോഫോം റിയാക്ഷൻ നടക്കൂ. CH3 CO CH2 CH2 CH3 ഇത് രണ്ടും 5 കാർബണുള്ള കീറ്റോൺ ആണ്. 1 2 3 4 5. ഇത് പെന്റനോൺ ആണ്, ഇതും പെന്റനോൺ ആണ്. ഇത് പെന്റാൻ 2ONA ആണെങ്കിൽ 2 പെന്റനോണും ഇത് 3 പെന്റനോണും. ഇതിൽ COCH3 ഉണ്ട് കണ്ടോ, ഇതിൽ COCH3 ഉണ്ട്. അതിനാൽ തന്നെ ഇതിൽ ഹാലോഫോം റിയാക്ഷൻ നടക്കും, ഇതിൽ ഹാലോഫോം റിയാക്ഷൻ നടക്കില്ല. താഴെ തന്നിരിക്കുന്ന ഏതാണ് ഹാലോഫോം റിയാക്ഷൻ നടക്കുക നടക്കാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുവാനുള്ള കഴിവുണ്ടാവണം. ഈ ചാപ്റ്ററിൽ നിങ്ങൾ അർത്ഥം നിങ്ങൾ നോക്കുന്നത് ടോളറൻസ് റിയേജന്റും ടോളറൻസ് ടെസ്റ്റും ഫിലിം ടെസ്റ്റുമാണ്. ടോളറൻസ് ടെസ്റ്റും ഫിലിം ടെസ്റ്റുമാണ്, അതിനോട് പറയുന്നില്ല, നിങ്ങൾ നോക്കുക. വേഗം ഞാൻ കടക്കട്ടെ. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസും ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനും കാർബൈലമൈൻ റിയാക്ഷനും ഹിൻസ്ബർഗ് ടെസ്റ്റും കൂടെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു നിർത്താം. വേഗം നോക്കാം. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രൈമറി അമൈനുകളെ ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ ആണ്. പ്രൈമറി അമൈനുകൾ ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ. പ്രൈമറി അമൈൻ എന്ന് പറഞ്ഞാൽ NH3യിൽ ഒരു ഹൈഡ്രജനെ മാത്രം മാറ്റിയിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് വരിക. അപ്പൊ NH2R അതാണ് പ്രൈമറി അമൈൻ എന്ന് പറയുന്നത്.
അത് താലിമൈഡിൽ നിന്ന് നോക്കിയെടുക്കും. താലിമൈഡിൽ നിന്ന് നോക്കി. എന്താണ് താലിമൈഡ് എന്ന് പറഞ്ഞാൽ? ഇതിന്റെയൊക്കെ സ്ട്രക്ചർ കാണുമ്പോൾ വിജൃംഭിക്കുന്ന ഭീകരമായിട്ട് സാധനങ്ങളായി തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരു CO കൊടുക്കുക, താഴത്തൊരു CO കൊടുക്കുക. ഇവർ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു NH, പരിപാടി കഴിഞ്ഞു. ഇവർ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു NH. ഇതിനെയാണ് നമ്മൾക്ക് NH2R ആക്കി മാറ്റേണ്ടത്. ഇവൻ എന്താക്കി മാറ്റണം? NH2R ആക്കി മാറ്റണം. അതിന് ഞാൻ ആദ്യം ചേർക്കേണ്ടത് ഒരു ആൽക്കലിയാണ്, KOH ചേർക്കുക. KOH ചേർത്താലുള്ള ഗുണം എന്താണെന്നറിയാവോ? ഈ K ഇവിടെ നേരെ വന്ന് നിൽക്കും, അതായത് ഈ Hന്റെ സ്ഥാനം താഴെ വന്ന് നിൽക്കും, K വന്ന് നിൽക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ CO ഉണ്ട്, CO ഉണ്ട്. അവിടെ NH ഉണ്ടായിരുന്നു, ഇപ്പൊ NK ആയിട്ട് മാറി. NK, നമ്മുടെ നിതിൻ സാർ NK ആയിട്ട് മാറി. ഇനി ഇവിടെയുള്ള K മാറ്റിയിട്ട് R നെ കൊണ്ടുവരാൻ പോവുക. ഇവിടെയുള്ള K മാറ്റിയിട്ട് R നെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇവിടെ ചേർക്കുന്നത് RX ആണ്. RX, ആൽക്കൈൽ ഹാലൈഡ് ചേർക്കുന്നു. ആൽക്കൈൽ ഹാലൈഡ് ചേർത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ NK മാറ്റിയിട്ട് ആര് വരും? R വരും. അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പൊ ബെൻസീൻ റിങ്ങിന്റെ അവിടെ CO ഉണ്ട്, ഇവിടെ CO ഉണ്ട്. രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് N ഉണ്ട്. N-ന്റെ കൂടെ ഇപ്പൊ R ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്? NH2R അല്ലേ വേണ്ടത്? N ഉണ്ട്, R ഉണ്ട്. ഇനി രണ്ട് ഹൈഡ്രജൻ വേണം അല്ലേ? അതായത് ഈ ഭാഗത്ത് ഒരു ഹൈഡ്രജൻ വേണം, ഈ ഭാഗത്ത് ഒരു ഹൈഡ്രജൻ വേണം. അതിനെ നമ്മൾ ചേർക്കേണ്ടത് അക്വസ് ആൽക്കലിയാണ്. അക്വസ് NaO ചേർക്കും. നോക്കണേ, അക്വസ് NaO ചേർക്കുകയാണ്. അക്വസ് NaO ചേർത്താൽ ഈ Hകളാണ് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കുക. ഈ CO കൂടെ ONA വരും, ഈ CO കൂടെയും ONA വരും. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇവിടെ CO ഉണ്ട്, എന്നിട്ട് അക്വസ് NaOH ONA ഇവിടെ വരും. ONA അവിടെ വരുന്നല്ല, നമ്മൾ അങ്ങനെ പറയുന്നു, ONA. അതേപോലെ ഇവിടെയും CO ഉണ്ട്, അവന്റെ കൂടെ ആര് വരും? ONA എന്ന് വരും. അതിനപ്പുറത്ത് ഇതിലുള്ള Hകൾ ഇവനോടൊപ്പം ചേർന്നു. ഇതിലുള്ള Hകൾ ഇവിടൊപ്പം ചേർന്നാൽ എന്താ കിട്ടുക? NR ഉണ്ട്, അതിന്റെ കൂടെ രണ്ട് ഹൈഡ്രജനും വന്നിട്ടുണ്ട്, NH2R. റെഡി? NH2R. ഇങ്ങനെ പ്രൈമറി അമീനാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെയുള്ള നൈഡനാണ് ഇങ്ങനെ മറിഞ്ഞിട്ട് മാറുന്നത് NH2R ആയിട്ട് മാറുന്നത്. നോക്കണേ, പ്രൈമറി അമീനുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള റിയാക്ഷനാണ്. പ്രൈമറി അമീനുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള റിയാക്ഷനാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്നത്. താലിമൈഡിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം KO ചേർക്കുക, ആ Hനെ മാറ്റിയിട്ട് K വരും. അവിടെയുള്ള Kനെ മാറ്റിയിട്ട് R വരാൻ വേണ്ടി RX ചേർക്കുക. RX ചേർത്താൽ Kനെ മാറ്റിയിട്ട് R വരും. ഇനി അവിടെയുള്ള ഇതിനെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പ്രൈമറി അമീനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അക്വസ് NaOH ആണ് ചേർക്കുന്നത്. അപ്പോൾ NaO ഇവിടെ വരുന്നുണ്ടായിരിക്കും. Hകൾ നേരെ അവൻ്റെ കൂടെ കണക്ട് ആയിട്ട് NH2R എന്ന് വരുന്നുണ്ടായിരിക്കും. റെഡി? ഇതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന ഭാഗം. കുറച്ച് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ടല്ലേ? ഒരിടാ മക്കളെ, ഒരിടാ, കുറച്ച് നേരം കൂടിയുള്ളൂ അടുത്ത ലൈവ് കയറാൻ വേണ്ടി. അതാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഹോഫ്മാൻ ബ്രോമമൈഡ്, ബ്രോമിൻ ഉണ്ടായിരിക്കും, അമൈഡ് ഉണ്ടായിരിക്കും. നോക്കണേ, RNH2 എന്ന് പറഞ്ഞാൽ അമീനാണ്, RCONH2 എന്ന് പറഞ്ഞാൽ അമൈഡ് ആണ്. എങ്ങനെയാണ്? RNH2 എന്ന് പറഞ്ഞാൽ അമീനും, RCONH2 എന്ന് പറഞ്ഞാൽ അമൈഡുമാണ്. അപ്പൊ അമൈഡ് ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അപ്പൊ ബ്രോമമൈഡ്. ഡീഗ്രേഡേഷൻ റിയാക്ഷൻ. എന്താണ് ഡീഗ്രേഡേഷൻ റിയാക്ഷൻ? അതായത് ഇവിടെ എടുത്തിരിക്കുന്ന അമൈഡ് ഏതാണോ അതിനേക്കാൾ ഒരു കാർബൺ കുറവായിട്ടാണ് നമുക്ക് അമീന് കിട്ടുക. നമ്മൾ ഇപ്പോൾ അമീൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇവിടെ എത്ര കാർബൺ ഉണ്ടോ അതിനേക്കാൾ ഒരു കാർബൺ കുറവായിട്ടുള്ള അമീനാണ് നമുക്ക് ഇവിടെ കിട്ടുക. കാരണം ഈ CO എന്ന് പറയുന്ന ഈ കാർബൺ ഇവിടെ നിന്ന് പോകും, ബാക്കി R ഉം NH2 മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അതായത് ഇവിടെ ടോട്ടലായിട്ട് CH3 CO NH2 ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1, 2, 2 കാർബൺ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക CH3 NH2 ആണ് കിട്ടുക. ഇതിൽ എത്ര കാർബണേ ഉള്ളൂ? ഒരു കാർബണേ ഉള്ളൂ. ഏത് കാർബണാ പോയത്? ഈ കാർബണാ പോയത്. അപ്പൊ റിയാക്ടൻസിൽ നിന്ന് ഈ ഒരു കാർബണിനെ കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. റിയാക്ടൻസിലുള്ള ഒരു കാർബണിനേക്കാൾ കുറവ് കാർബണുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. അങ്ങനെ കുറയുന്നതുകൊണ്ടാണ് ഡീഗ്രേഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താ സംഭവം നോക്കിയോ? വളരെ ഈസിയാണ്, വളരെ 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 ഈസിയാണ്. നോക്കിക്കേ, ഇവിടെ നിന്ന് RCONH2 ഇവിടെയുള്ള ഈ CO കൊണ്ടുപോകണം ആരെങ്കിലും അല്ലേ? അതിന് ചേർക്കുന്നത് BR2 ചേർക്കുന്നത്. നോക്കിയേ, BR2 ചേർക്കുന്നുണ്ട്. പിന്നെ NaOH ചേർക്കുന്നുണ്ട്, 4 എണ്ണം. NaOH ചേർക്കുന്നുണ്ട്. റെഡി? ഇവിടെ ആരൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെ കണക്ട് ആവുമെന്ന് നോക്കണേ. ഇവിടെ തന്നിരിക്കുന്ന NAയും BR കൂടെ ചേർന്നു, NaBr കിട്ടിയോ? ഈ രണ്ട് NaBr കൂടെ കിട്ടിയോ? റെഡി? പിന്നെ ഇതിലുള്ള OHും ഇതിലുള്ള OH നോക്കണേ, ഇതിലുള്ള OHും ഈ Hും കൂടെ ചേർന്നു. ഇങ്ങനെയല്ല ചേരുക എങ്കിൽ നമ്മൾ പറയുന്നു OHും Hും കൂടെ ചേർന്ന് വാട്ടറായി. ഈ OH Hും കൂടെ ചേർന്നുണ്ടായി വാട്ടറായി. റെഡി? ബാക്കി NaOH ഇവിടെ അടയാളപ്പെടുത്തി കുറച്ച് തെറ്റും. നോക്കണേ, ഈ OHും Hും കേട്ടോ. ബാക്കി എന്താണുള്ളത്? NaO ഇവർ രണ്ടുപേരും. അപ്പൊ NaO ഈ CO കൂടെ ചേർന്നു. ബാക്കി ആരൊക്കെ നോക്ക്,
NaBr രണ്ടെണ്ണം കിട്ടിയോ? NaBr രണ്ടെണ്ണം, NaBr രണ്ടെണ്ണം. HOH എന്ന് പറഞ്ഞ 2 വാട്ടർ കിട്ടിയോ? ബാക്കി Na2CO3. എങ്ങനാ? Na2CO3. ഇനി ആരെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ളൂ? ദൈവന്മാർ മാത്രമേ കണക്ട് ചെയ്യാനുള്ളൂ. ആറും NH കൂടെ കണക്ടായി, ആറും NH കൂടെ കണക്ടായി. അപ്പൊ ഇതിനകത്തുള്ള CO കൊണ്ടുപോകുന്ന ആരാണ്? ഇവന്മാരാണ്. ഇവന്മാരെ കൊണ്ടുപോകണമെങ്കിൽ ഇവന്റെ കയ്യിലുള്ള HOH ഒക്കെ പോകണം. ഇതൊക്കെ മാറിയിട്ടുണ്ടാവണം. നോക്കണേ നിങ്ങൾ, മനസ്സിലായോ? NaBr ഉണ്ടായി, HOH എന്ന് പറഞ്ഞ 2 വാട്ടർ ഉണ്ടായി, NaO CO. അപ്പൊ Na2CO3 ഉണ്ടായി, Na2CO3 ഉണ്ടായി. ബാക്കി RNH2 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടായി. ഇങ്ങനെ ഒരു കാർബൺ കുറവായിട്ടുള്ള അമീൻ കിട്ടുന്ന എന്താണ്? ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രേഡേഷൻ റിയാക്ഷൻ. അടുത്ത റിയാക്ഷൻ കാർബൈൽ അമൈൻ റിയാക്ഷൻ. കാർബൈൽ അമൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി അമീനുകളാണോ അല്ലോ എന്നുള്ളതിന് ഒരു ടെസ്റ്റും കൂടിയാണ്. പ്രൈമറി അമീനുകളാണെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. ഇത് അമീനുകളെ ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ അല്ല, അമീനുകൾക്ക് സംഭവിക്കുന്ന റിയാക്ഷൻ ആണ്. പ്രൈമറി അമീനുകളാണെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ. പ്രൈമറി അമീൻ എടുക്കുക, ക്ലോറോഫോം ചേർക്കുക, 3 KOH കൂടെ ചേർക്കുക, ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ എഴുതണം. ആ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് കിട്ടുമെന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ ഈസിയാണ്. നമ്മളൊരു പ്രൈമറി അമീൻ എടുക്കുന്നു, RNH2 എന്ന് പറഞ്ഞ അമീൻ എടുക്കുന്നു. അതിലെന്ത് ചേർത്തു? CHCl3 ചേർത്തു. അതിനോടൊപ്പം തന്നെ KOH 3 എണ്ണം അല്ലേ? KOH 3 KOH ചേർത്തു. നോക്കണേ നിങ്ങൾ, ഇവിടെ തന്നെ ഇരിക്കുന്ന 3 Kയും ഈ 3 CLും കൂടെ ചേർന്നതായി KCl അല്ലേ? 3 KCl കിട്ടി, 3 KCl കിട്ടി. ഇനി ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ 3 OH ഉണ്ട്. OH 3 OHകളുണ്ട്. ഈ 3 OHകളും ഈ Hഉം കൂടെ ചേർന്നതാ. ഈ Hഉം കൂടെ എങ്ങനെയാണ്? ഈ H2 ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ, ബ്ലൂ അല്ലേ, ഗ്രീൻ കളറിൽ ചേർത്ത് OH ഈ Hഉം കൂടെ ചേർത്ത് എന്തായിട്ട് മാറി? Hഉം പിന്നെ ഈ OHകളും. അപ്പൊ ബ്ലൂ ഗ്രീൻ കളറിൽ ചേർന്ന ഇവന്മാരെല്ലാം കൂടെ ചേർന്നതിന് 3 വാട്ടറും കിട്ടി. ഇനി ആരൊക്കെ തമ്മിൽ ചേരാനേ ബാക്കിയുള്ളൂ? RNC കിട്ടി, RNC കിട്ടി. പ്രൊഡക്റ്റ് ശ്രദ്ധിക്കണം, RNC ആണ് കേട്ടോ നമുക്ക് കിട്ടുക, RCN അല്ല. പലരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ് RCN. വേഗത്തിൽ എഴുതി പോവും. കാർബൈൽ അമൈൻ ആണ് കിട്ടുക. കാർബൈൽ അമൈൻ അഥവാ ഐസോസൈനൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഐസോസൈനൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഐസോസൈനൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഐസോസൈനൈഡ് D ആണ് കേട്ടോ. ഐസോസൈനൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക, അഥവാ കാർബൈൽ അമൈൻ. റിയാക്ഷൻ ഒന്ന് നോക്കി പോണേ, വേറെ ട്രിക്കൊന്നുമില്ല. പരസ്പരം ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന മാത്രമേ പറഞ്ഞു. ഗ്രീൻ നിങ്ങൾ കാണുന്നില്ലല്ലേ? ഗ്രീൻ ഇറേസ് ചെയ്തിട്ട് കാണുന്നില്ലല്ലേ? ചേടാ, അയ്യോ, വേറെ വല്ല കളർ മാർക്ക് ചെയ്യണം. അപ്പൊ ഇതും കിട്ടുന്നില്ല, ഇതും കാണുന്നില്ലല്ലേ? ഇത് കിട്ടിയോ? കാണുന്നില്ല. ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല കേട്ടോ. അതങ്ങനെ ഇരിക്കട്ടെ. ഞാൻ അടുത്തോട്ട് പാട്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി? അടുത്തോട്ട് കിടക്കാം ഞാൻ. ഹിൻസ്ബർഗ് ടെസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിൻസ്ബർഗ് റിയേജന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ SO2Cl. ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ SOCl. ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ SO2Cl. ഇതാണ് ഹിൻസ്ബർഗ് റിയേജന്റ്. ഒരു മാർക്കിന്റെ ചോദ്യമാണ് ഹിൻസ്ബർഗ് റിയേജന്റ്. ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷ്യറി അമൈനുകളെ ഐഡന്റിഫൈ ചെയ്യാനും ഇത് ഏതൊക്കെയാണ് പ്രൈമറി, ഏതാണ് സെക്കൻഡറി, ഏതൊക്കെയാണ് ടെർഷ്യറി എന്ന് അറിയുവാനും ഈ പ്രൈമറി അമൈനും സെക്കൻഡറി അമൈനും ടെർഷ്യറി അമൈനും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ 3 പേരെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ഹിൻസ്ബർഗ് റിയേജന്റ് കൊണ്ട് പറ്റും. എങ്ങനെയെന്ന് അറിയാമോ? നോക്കണേ. ആദ്യം പ്രൈമറി അമൈനിൽ ഹിൻസ്ബർഗ് റിയേജന്റ് റിയാക്ടറിൽ എന്തൊക്കെ കിട്ടും നോക്കാം. ഹിൻസ്ബർഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ തലയ്ക്ക് മുകളിൽ SO2Cl. പ്രൈമറി അമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? NH, 2 ഹൈഡ്രജൻ, ഒരു R ആണല്ലോ. അതായത് മക്കളെ NH3 എന്ന് പറയുന്നതിൽ 3 ഹൈഡ്രജൻ ആണ് ഉള്ളത്. അതിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു R വന്നാൽ ഇത് പ്രൈമറി അമീൻ ആണ്. 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് 2 R വന്നാൽ അത് സെക്കൻഡറി ആണ്. 3 ഹൈഡ്രജനെ മാറ്റിയിട്ട് 3 R വന്നാൽ അതെന്താണ്? ടേഴ്സറി ആണ്. അപ്പൊ ഇവിടെ നോക്ക്, NH3യിൽ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു R വന്നു, അപ്പോൾ ഇത് പ്രൈമറി അമീൻ ആണ്. ഇപ്പൊ 2 ഹൈഡ്രജൻ ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ ഹിൻസ്ബർഗ് റിയേജന്റിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഹൈഡ്രജനും ഈ ക്ലോറിനും കൂടെ ചേർന്ന് HCl പോവും. ഒരു HCl കുറഞ്ഞാൽ HCl പോയി. അപ്പൊ അവർ ചേർന്ന് കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു അഡീഷൻ പ്രോഡക്റ്റ് ഉണ്ടാവും. നോക്കണ്ട, ആരൊക്കെയാണ്? C6H5SO2 NHR. ഒരു ഹൈഡ്രജനിലേ പോയത് NHR. ഇത് ഒരു സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്.
ഒരു സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതിന് തൊട്ട് മുൻപ് അവർ ലിക്വിഡ് ആയിരുന്നു, സോളിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇതിൽ ഞാൻ KOH ചേർത്താൽ ഇവിടെയുള്ള ഹൈഡ്രജനും ഈ Kയും കൂടെ ചേർന്നിട്ട് ഇവിടെയുള്ള Hഉം ആ OHും കൂടെ പോയിരുന്നത് ഇവർ പരസ്പരം റീപ്ലേസ് ചെയ്യും. ഈ Hനെ മാറ്റിയിട്ട് ആര് വരും? അവിടെ K വരും. അവിടെ K വരും. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സോളിഡ് പ്രൊഡക്റ്റിൽ KOH റിയാക്ട് ചെയ്യും. KOH റിയാക്ട് ചെയ്ത് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും. നോക്കണേ, അവിടുത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ആര് വന്നു? K വന്നു. അപ്പോൾ ബെൻസിൻ റിങ്ങിന്റെ മുകളിൽ SO2, അതിനോടൊപ്പം N കൂടെ ആര് വന്നിരിക്കുകയാണ്? Hന് പകരം K വന്നിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടി. സിമ്പിളായി പറഞ്ഞാൽ പ്രൈമറി അമൈൻ ഹിൻസ്ബർഗ് റിയേജനുമായിട്ട് റിയാക്ട് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് കിട്ടും. 2 മിനിറ്റ് പ്രൊഡക്റ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ KOHും കൂടെ റിയാക്ട് ചെയ്താൽ Hനെ മാറ്റിയിട്ട് K ഇവിടെ വരും. കാരണം ഇവിടെ H ബാക്കി നിൽക്കുന്നതുകൊണ്ട് K ഇവിടെ വരും. റെഡി? അപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇത് റിയാക്ട് ചെയ്തുകൊണ്ട് ഇത് സോല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. സോല്യൂബിൾ ഇൻ ആൽക്കലി. കാരണം റിയാക്ട് ചെയ്തു, സോല്യൂബിളായി അലിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡറി എടുക്കുക. സെക്കൻഡറി അമീൻ എന്ന് പറഞ്ഞാൽ ഹിൻസ്ബർഗ് എടുത്തു. സെക്കൻഡറി അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹൈഡ്രജനെ മാറ്റി 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നതാണ്. അപ്പോൾ ഒരു ഹൈഡ്രജനെ അവിടെ ബാക്കിയുള്ളൂ. ഈ ഹൈഡ്രജനും ഈ Clഉം കൂടെ ചേർന്നിട്ട് HCl പോയി, ബാക്കി ഒരു പ്രൊഡക്റ്റ് കിട്ടി. റെഡി? അപ്പൊ C6H5SO2, Hഉം പോയി Clഉം പോയി, ബാക്കിയുള്ള ആളുകളെ ചേർത്ത് എഴുതുക. അപ്പൊ നമുക്ക് കിട്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അവിടെ നമുക്ക് കിട്ടി. KO ചേർത്താൽ എന്താ സംഭവിച്ചത്? KO ചേർത്തപ്പോൾ സംഭവിച്ചു, ഇവിടുത്തെ Hനെ മാറ്റിയിട്ട് ആ K അവിടെ വന്നു. ഇവിടെ ഇനി എന്തെങ്കിലും H ബാക്കി കിടക്കുന്നുണ്ടോ? സെക്കൻഡറി അമീൻ ആയതുകൊണ്ട് ഇവിടെ വല്ല H ബാക്കി കിടക്കുന്നുണ്ടോ? H ബാക്കി കിടക്കാത്തത് കൊണ്ട് തന്നെ ഈ KOH ഇവിടെ റിയാക്ട് ചെയ്യില്ല. അപ്പൊ KOHൽ ഇത് സോല്യൂബിൾ അല്ല, നോ റിയാക്ഷൻ ആണ്. ഇവിടെ എന്ത് നടക്കില്ല? പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അതായത് KOHൽ റിയാക്ട് ചെയ്യില്ല. അതായത് ഹിൻസ്ബർഗ് റിയേജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നേരത്തെ പോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും. അതിനുശേഷം KOH ചേർത്താൽ സോല്യൂബിൾ ആവില്ല. ഇനി അടുത്തത് ടെർഷ്യറി എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജനെ മാറ്റിയിട്ട് 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. ഹിൻസ്ബർഗ് റിയേജനുമായിട്ട് റിയാക്ട് ചെയ്തു. എന്താ സംഭവിക്കേണ്ടത്? ഇവിടുത്തെ ക്ലോറിനും ഇവിടുത്തെ ഹൈഡ്രജനും കൂടെ പോകണം. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അവിടെ ഇത് നടക്കില്ല, ഒരു റിയാക്ഷനും നടക്കില്ല. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പ്രൈമറി അമൈൻ ഉണ്ട്, സെക്കൻഡറി അമൈൻ ഉണ്ട്, ടെർഷ്യറി അമൈൻ ഉണ്ട്. 3 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഹിൻസ്ബർഗ് റിയേനെ ചേർക്കുകയാണെങ്കിൽ, ഹിൻസ്ബർഗ് റിയേനെ ചേർത്തു പറഞ്ഞാൽ ഒരു റിയാക്ഷനും നടക്കുന്നില്ലെങ്കിൽ അത് ടെർഷ്യറിയാണ്. റിയാക്ഷൻ നടക്കുന്നുണ്ട്, സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രൈമറിയും സെക്കൻഡറിയുമാണ്. ഇനി KOH ചേർത്താൽ സോല്യൂബിൾ ആവുകയാണെങ്കിൽ അത് പ്രൈമറിയും, സോല്യൂബിൾ ആവുന്നില്ല എങ്കിൽ അത് സെക്കൻഡറിയുമാണ്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ തിരിച്ചറിയുന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇനി ഒരു ടെസ്റ്റ് ട്യൂബിൽ പ്രൈമറി അമീനും സെക്കൻഡറി അമീനും ടെർഷ്യറി അമീനും 3 അമീനും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. ഇനി എങ്ങനെ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം? ഞാൻ അതിലോട്ട് ചേർക്കുന്നു ഹിൻസ്ബർഗ് റിയേജന്റ്. ഹിൻസ്ബർഗ് റിയേനെ ചേർത്താൽ അവിടെ പ്രൈമറിയും സെക്കൻഡറിയും റിയാക്ട് ചെയ്യും, ടെർഷ്യറി റിയാക്ട് ചെയ്യാതെ കിടക്കും. പ്രൈമറി സെക്കൻഡറി കൂടെ റിയാക്ട് ചെയ്താൽ സോളിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ലിക്വിഡ് ആയിട്ട് അവൻ കിടക്കുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ടെർഷ്യറി ആയിരിക്കും. അപ്പൊ നമുക്കത് ഫിൽട്ടർ ചെയ്തിട്ട് ടെർഷ്യറിയെ നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള സോളിഡ് പ്രൊഡക്റ്റ് ആരൊക്കെയാണ്? പ്രൈമറിയും സെക്കൻഡറിയുമാണ്. ഇനി അതിലോട്ട് ആൽക്കലി ചേർക്കുക, KO ചേർക്കുക. KO ചേർത്താൽ സോല്യൂബിൾ ആവുന്ന ഒരാളുണ്ടാവും, അതാണ് പ്രൈമറി. സോല്യൂബിൾ ആവാതെ കിടക്കുന്ന, സോളിഡ് ആയിട്ട് അങ്ങനെ തന്നെ കിടക്കുന്ന ഒരാളുണ്ടായിരിക്കും, അതാണ് സെക്കൻഡറി. അപ്പൊ ഫിൽട്ടർ ചെയ്തെടുത്ത് മാറ്റിയാൽ സോളിഡ് സെക്കൻഡറി ആയിരിക്കും, ലിക്വിഡ് പ്രൈമറി ആയിരിക്കും. അങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് എടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ മുഴുവൻ ചാപ്റ്റർ മനസ്സിലായത്. സമയപരിമിതി മൂലം വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ആവശ്യമുണ്ടായി പോയി. ഇന്നത്തെ ക്ലാസ് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കും. എന്ത് ദിവസം ഞാൻ വീണ്ടും അടുത്ത ക്ലാസ്സിൽ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എല്ലാവരും താഴത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എത്രത്തോളം നിങ്ങൾ പ്രയോജനപ്പെടുത്തു അത് നിങ്ങളുടെ മുഴുവൻ ആളുകളിലോട്ടും എത്തിക്കുക. മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.